യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും പിന്തുണയും ചോദിക്കുന്നു. ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ സൗണ്ട് ചെക്ക് ചെയ്തപ്പം വലിയ കുഴപ്പമില്ല, നല്ല ശബ്ദമാണ്. ഇതിനെ എന്തൊക്കെ അങ്ങനെ തിരിച്ചും മറിച്ചും ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റുമോ അതെല്ലാം കയറ്റി വിട്ടേക്കണം. എന്നാലേ ഞങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയാണ്. തുടർമാനമായിട്ടൊക്കെ 94 ദിവസമൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇനിയും മെയ് മാസം തീരുന്നവരെയൊക്കെ നിൽക്കണമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, ഈ 3 സുവിശേഷങ്ങളിലും ഈ വാക്ക് നമ്മൾ കാണുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു വാക്കാണ്. മൂലഭാഷയിൽ അറിയാമല്ലോ, ടെറ്റലസ്റ്റായി. അങ്ങനൊരു പുസ്തകം പോലും ഉണ്ട് അല്ലേ, ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് 1-2 മുഖവുരകളിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ 3 പേര് രേഖപ്പെടുത്താത്ത ഒരു കാര്യം യോഹന്നാൻ മാത്രം ഇത്ര കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്? ഉത്തരം, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ കുരിശിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. മർക്കോസ് അകലം വിട്ട് അനുഗമിച്ചതായിട്ട് മനസ്സിലാക്കാം. എന്നാൽ വ്യക്തമായ തെളിവുള്ള ഒരാൾ യോഹന്നാൻ അപ്പോസ്തലനാണ്. ഇപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കുരിശിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, 100% ഉറപ്പിക്കാം. വേറെയും സംഭവങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു എന്നാണ്. പണ്ടത്തെ പ്രസംഗരൊക്കെ ഇതിൻ്റെ മറുപടി തന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഒരു നിലവിളി കേട്ടു, നിവൃത്തിയായി എന്നുള്ളതല്ല കേട്ടത്. പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെ ഈ നിവൃത്തിയായി എന്ന് പറഞ്ഞ് കേട്ടില്ല, നിലവിളി കേട്ടു. പക്ഷേ അതിൻ്റെ ചുവട്ടിൽ നിന്നയാൾ നിലവിളി അല്ല കേട്ടത്, പിന്നെന്തോ കേട്ടത്? നിവൃത്തിയായി എന്നുള്ളത് കേട്ടു. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. നമ്മൾ ഈ പെന്തക്കോസ്തുകാർ നമ്മുടെ ഈ പാട്ട് കുറച്ച് നേരം പാടി, അല്ല നല്ല പാട്ടല്ലേ ജോൺസനൊക്കെ. പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് പാട്ടുകാരെല്ലാം ഞങ്ങളെല്ലാം ഒത്തിരി സ്റ്റേജുകൾ വരുന്നവരാണ്. സംഗീത ശുശ്രൂഷകൾ വളരെ നന്നായിരുന്നു. കിടപിടിക്കുന്ന, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല, പക്ഷേ ഇന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, അതിന് കിടപിടിക്കുന്ന ഒരു മുഖവുര ഇന്ന്. സാധാരണ ഞാൻ എവിടെയെങ്കിലും ജോൺസൺ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരു 2 പാട്ടിനിടയ്ക്ക് വരുന്നൊരു സാധനം അതിഗംഭീരമായി. ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ്. അപ്പോൾ നമ്മുടെ ഈ പാട്ട് എല്ലാവർക്കും മനസ്സിലാവും, ദൂരെയുള്ളവർക്കൊക്കെ പാട്ടൊക്കെ മനസ്സിലാവും. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു അന്യഭാഷയും ആരാധനയൊക്കെ ഉണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ ഒരാൾക്കും ദൂരെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇടയിലിരിക്കുന്നവർക്ക് പോലും ചിലർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്കിതിൻ്റെ ഒന്നും ഒരു അസ്വസ്ഥത ഉണ്ടാകാത്തതിൻ്റെ കാരണം നമ്മളിതിൻ്റെ ഇടയ്ക്കായി പോയതുകൊണ്ടാണ്. നമ്മളൊരു 500 മീറ്റർ ദൂരെ നിന്ന് കേൾക്കുകയാണെങ്കിൽ എന്നാ ഒച്ചപ്പാടാണെന്നറിയാം. അപ്പോൾ നാട്ടുകാരിതിനെക്കുറിച്ച് പരാതി പറയും, നിങ്ങളുടെ എന്തോ ശബ്ദമാണ്, എന്തോ ഒച്ചപ്പാടാണ്, എന്തോ ബഹളമാണ്. അത് തെറ്റൊന്നുമല്ല, ശരിയായി പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്കത് ഒച്ചപ്പാടും നമുക്കൊരു വലിയ സന്തോഷമാകുന്ന കാര്യം എന്താണ്? അതിൻ്റെ ഉത്തരവേ പറയുന്നത്. ഞങ്ങൾ തീർത്ത സ്നേഹത്തോടെ പറയുകയാണ് നാട്ടുകാരോട്, സുവിശേഷം അകലെ നിന്നുകൊണ്ടല്ല കേൾക്കേണ്ടത്. ദൂരെ നിന്ന് കേട്ടാൽ ഇരുട്ടത്തിരുന്ന് വിലയിരുത്തതിന് പകരം വിമർശിക്കാനേ പറ്റൂ.
കേൾക്കുന്നെങ്കിൽ കുരിശൻ്റെ ചുവട്ടിൽ വരണം. വ്യക്തമായി പറഞ്ഞാൽ ഈ പന്തലിൻ്റെ അകത്തേക്ക് വരണം. അപ്പം മനസ്സിലാവും ഇത് വെളിവുകേടല്ല, ഇതൊരു വെളിപ്പാടാണ് എന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം ഉറക്കെ പറഞ്ഞു എന്നാണല്ലോ. ഉറക്കെ പറഞ്ഞു എന്നാണ്. എന്തിനാ ഉറക്കെ പറയുന്നത്? ദൂരെ ഉള്ളവർ കേൾക്കാനാണ് ഉറക്കെ പറയുന്നത്. ഈ സൗണ്ടൊക്കെ വെച്ചിരിക്കുന്നത് ദൂരെയുള്ളവർ കേൾക്കാനാണ്. അപ്പോൾ ചെല്ലുന്നിട്ട് പറയും പതുക്കെ പോയി, നിങ്ങൾ കേൾക്കാനാണ് ഇത് ഉറക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളോട് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ദൂരെ ഉള്ളവർ കേൾക്കാനാണ് ഈ ഉറക്കെ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ഉറക്കെ പറഞ്ഞു എന്ന് പറയുമ്പം ആരെ ഈ ദൂരെയുള്ളത് കേൾക്കുന്നത്? ഉത്തരം, 3 ലോകങ്ങളെക്കുറിച്ച് ബൈബിൾ സൂചന നൽകുന്നുണ്ട്. അത് ഫിലിപ്പ് ലേഖനമാണ്. ദൈവശാസ്ത്രപരമായി ആ വാക്യത്തിൻ്റെ പേരുണ്ട്, കെനോട്ടിക് പാസേജ് എന്നാണ്. 2-ാമത്തെ നൂറ്റാണ്ട് മുതൽ ഭക്തന്മാർ വീടുകളിലുള്ള ആരാധനയ്ക്ക് വേണ്ടി പോയപ്പോൾ, പോകുമ്പോഴും വരുമ്പോഴും ആരോഹണ അവരോഹണ ക്രമത്തിൽ അവർ പറഞ്ഞുകൊണ്ട് പോയൊരു വാക്യമുണ്ട് ബൈബിളിൽ. അതാണ് ഫിലിപ്പിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ. അതിലെ ആദ്യത്തെ 3 വാക്യം ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാര്യമാണ്. അടുത്ത 3 വാക്യം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിന് മീതെ കയറിയ കാര്യമാണ്. അത് വളരെ മനോഹരമാണ്. എൻ്റെ 3 പ്രസംഗങ്ങൾ 3 ദിവസം വിളിക്കുമ്പം 3 ദിവസം അതിനകത്ത് നിന്നാണ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ ചില വാക്കുകൾ പറയാം. തുടങ്ങുന്ന എങ്ങനെയാണ്? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. ഇനി അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് തീരുന്നത് ദൈവത്തോടുള്ള സമത്വം. 7 പോയിന്റുകളാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളം വിചാരിച്ചില്ല, ദാസരമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം. എല്ലാവരും മരിക്കും, പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനുമില്ല. അപ്പോൾ 2 വാക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യണം. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. ഇത്രയും ഉയരത്തിലിരുന്ന ഒരാൾ ഇനി ഇതിൽ കൂടുതൽ താഴാനുമില്ല. ഇത്രയും ഉയരത്തിലിരുന്നയാൾ ഇത്രയും താഴോട്ട് വന്നതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിയപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഉയർത്താനുമില്ല. സകല നാമത്തിനും മേലായ നാമം നൽകി. എന്നിട്ടാണ് സ്വർലോകരുടെയും, അടുത്തത് ഭൂലോകരുടെയും, അടുത്തത് അധോലോകരുടെയും മുഴങ്കാലൊക്കെയും. എൻ്റെ കർത്താവ്, എന്നാ വാക്യമെന്നറിയാം. ഈ 3 ലോകവും മുഴങ്കാൽ മടക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. നമ്മുടെ ആളുകൾക്ക് ഈ ഒച്ച കൂടുന്നതിൻ്റെ കാര്യം വല്ലതും മനസ്സിലായോ? ഇപ്പം സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെ പതുക്കെ പറഞ്ഞു പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം പിടിവിട്ടു പോവുക. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല നമ്മൾ സ്തുതി പറയുന്നത്. മറിച്ച് നടുക്ക് വന്ന് ആഗതനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ സ്തുതി നോത്രമൊക്കെ കേട്ടുകഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ 1,00,000 പേര് കൂടുന്ന ഗ്രൗണ്ടിനകത്തല്ല, പുത്തരിക്കണ്ടം മൈതാനത്തിൽ കിടന്ന ഒച്ചയാണ്. കാര്യം എന്നാന്നല്ലോ മനസ്സിലായോ? 3/4 ചക്രത്തിന് വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് മുക്കുപണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ചുമന്നു കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലക്കിരുത്തിയാൽ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ദൈവത്തിൻ്റെ മുൻപിലല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമമുണ്ടെങ്കിൽ ആ നാമത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ
അതിനകത്തൊരു അന്തസ്സും അഭിമാനവും തോന്നുന്നവരുണ്ടെങ്കിൽ 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ യേശുവിന്റെ നാമത്തിന് മുൻപാകെ ഇരുകരവും ചേർത്തൊന്ന് അടിച്ചിട്ട് പറയണം, ഈ നാമത്തിന് പകരം വെക്കാൻ ലോകത്തിൽ വേറെ ഒരു നാമമില്ല. ഉറക്കെ പറഞ്ഞു എന്നാണ്. എന്തിനായി ഉറക്കെ പറയുന്നത്? ഞാൻ ഈ പ്രസംഗത്തിൽ, ഇതെല്ലാം യൂട്യൂബിലെല്ലാം പ്രസംഗം ഉണ്ടല്ലോ, പിന്നെ ആകെ ഒരു സമാധാനമുള്ളത് യൂട്യൂബിലൊക്കെ തപ്പിയെടുത്തിട്ട് എൻ്റെ വാലും തുമ്പൊക്കെ കേൾക്കുകയുള്ളൂ, മുഴുവൻ കേൾക്കാൻ ഇരിക്കുകയല്ല. ആ ഒരു സമാധാനത്തില നിൽക്കുന്നത്. പിന്നെ മിക്കവാറും സഹോദരിമാർ അടുക്കള പണി ചെയ്യുമ്പോഴെല്ലാം ഇത് എത്ര പേരോട് പറയും, ഞാൻ പാസ്റ്ററുടെ പ്രസംഗം എന്നും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സൗരം പറയും, ഇവിടെ അടുക്കള പണി ചെയ്യുമ്പോഴാണ് കേൾക്കുന്നത്, ഇവിടെ വെച്ചേക്ക്, എന്നിട്ട് അടുക്കള പണി കൊടുത്താൽ കിട്ടും. അപ്പോൾ കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട്. സഖാവ് EMS നമ്പൂതിരിപ്പാട് ഒരു കാൽനട പ്രചരണ യാത്രയിൽ സംസാരിക്കുവാൻ വേണ്ടി തൻ്റെ അംബാസഡർ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ആ സിറ്റിയിൽ ജാഥ നടക്കുന്നു, കാറ് ബ്ലോക്കിൽപ്പെട്ടു. അപ്പോൾ ഒരു ഉപദേശി വഴിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് കേട്ടോ. ഈ കവല ഉപദേശിമാർ നമ്മുടെ ഈ തിരുവല്ലയൊക്കെ ചെന്ന് എപ്പോഴും കാണാം. ഈ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഉപദേശിമാരെ ആരും അത്ര വില കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ മൈക്കിൽ കൂടെ ഞാൻ പറയുകയാണ്, ഇൻ്റർനാഷണൽ ക്രൂസൈഡ് പ്രസംഗകർ അതിൻ്റെ താഴെ വരും. നിങ്ങളെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന, ഇനി ഞാൻ തീർത്തങ്ങ് പറയാം, മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ വരെ കവലപ്രസംഗൻ്റെ താഴെ വരത്തുള്ളൂ, മേളി വരത്തില്ല. ഞങ്ങളൊക്കെ കവലയൊക്കെ പ്രസംഗിച്ച് ഇവിടെ വരെ എത്തിയതാ. ഇന്നിപ്പോൾ വരുന്ന ഒക്കെ കാണുമ്പോഴായിരിക്കും, അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ 465 സിറ്റികളിൽ നടന്ന് ട്രാക്ട് കൊടുത്ത ആളാണ് ഞാൻ. ഇന്ത്യയിൽ 3 സ്റ്റേറ്റ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പോയി സുവിശേഷം പ്രസംഗിച്ച ആളാണ് ഞാൻ. എൻ്റെ ഈ കൈ കൊണ്ട് 10.5 ലക്ഷം ആളുകളുടെ കയ്യിൽ ഞാൻ ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു കാലമാണ്. അവിടെ നിന്നാണ് നടന്നു കയറി ഇവിടം വരെ വന്നത്. അത് പറയാനാണ്. അപ്പോൾ ഈ വഴിയരികിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ഒരു പുച്ഛത്തോടെയാണ് കാണുന്നത്. പുച്ഛം എന്നുള്ളത് പഴയ വാക്കാണ്. സുകുമാർ അഴീക്കോട് സാറ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടപ്പം ഒരു പുതിയ വാക്ക് കിട്ടി, പുഞ്ഞം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഞങ്ങളിങ്ങനെ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പം ചില ആളുകളിങ്ങനെ ഞങ്ങളുടെ അടുത്തൂടെ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പോണ വഴി ഒന്ന് നോക്കി വെച്ച്, അവൻ്റെ ഫുട്പാത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെയും ഫുട്പാത്താണ്, എന്നാലും നോക്കി വെച്ച് പോകും. അതിൻ്റെ പേരാണ് പുച്ഛം. അത് നമുക്ക് സഹിക്കാം. പിന്നെ അൺസഹിക്കബിളായൊരു കാര്യമുണ്ട്. അതൊരു 50 മീറ്റർ ദൂരെ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എന്ന് പറഞ്ഞാൽ ഊളൻ, വട്ടൻ, ഈ നട്ടപ്ര വെയിലത്ത് ഇവനൊന്നും വേറെ ഒരു പണിയില്ല, ഇവന് എന്നെ ഭ്രാന്താട്, ഒരു മനുഷ്യൻ പോലും കേൾക്കുന്നില്ല. ആ നോക്കി നിൽക്കുന്നതിൻ്റെ പേരാണ് പുഞ്ഞം. മനസ്സിലായി? ഇത് രണ്ടും നമുക്ക് നല്ല ശീലമാണ്. അപ്പോൾ ഈ സഖാവ് EMS നമ്പൂതിരിപ്പാട് നോക്കിയപ്പോൾ ഒരു ഉപദേശി പ്രസംഗിക്കുന്നു. ആരും പുള്ളി ആ ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയിട്ടു, എന്താ പറയുന്നത് കേൾക്കാൻ. ഉപദേശി നോക്കിയപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ സുവിശേഷം കേൾക്കുന്നു. പുള്ളിക്ക് കിട്ടിയ ഒരു എര. ആരും കേൾക്കാൻ നിൽക്കാറില്ല. ഇങ്ങേക്ക് വണ്ടി ബ്ലോക്ക് അഴിയാതെ പോകാൻ പറ്റത്തില്ലോ. അടിച്ചു വീക്കി സുവിശേഷം പറഞ്ഞു. ആരാന്നും പുള്ളിക്ക് അറിയത്തില്ല. നമ്മുടെ കൈക്കിട്ട് നമ്മൾ പറയും, ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണ്ടാങ്കടത്തിൻ്റെ വീതിയിലിറങ്ങി ചെമ്പടയുടെ സമർത്ഥനായ സാരഥി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുള്ളൂ. പുള്ളിക്ക് അതുപോലെ അറിയാം. എല്ലാം കഴിഞ്ഞു, ജാഥ പോയി കഴിഞ്ഞു, കുരുക്കഴിഞ്ഞു, ഇദ്ദേഹം അങ്ങ് പോയി. അടുത്ത മാസത്തെ ചിന്ത എന്ന് പറയുന്ന വാരികയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ വക ഞങ്ങൾക്ക് പ്രസംഗിക്കാനൊരു സുവർണ്ണ വാചകം. ക്രിസ്തു എന്നത് സത്യമത്രേ, സങ്കല്പമത്രേ, തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. എന്താണാവോ? ഞങ്ങൾക്കൊക്കെ ഒരു കവലയിൽ ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ, ആവേശത്തോടെ പ്രസംഗിക്കണമെങ്കിൽ
കാൽനട പ്രചരണ ജാഥ കവലയിൽ അവസാനിക്കണം. ഹാരാർപ്പണം കൊണ്ട് തല കൊമ്പിടണം. ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ഞങ്ങൾ മൈക്കിനടുത്തോട്ട് ചെല്ലുമ്പോൾ ഇൻഗുലാബ് സിന്ദാബാദ് വിളികൾ ദിഗന്ധങ്ങളെ ഭേദിക്കുമാറ് അന്തരീക്ഷത്തെ പിടിച്ച് കുലുക്കണം. ഈ ആരവാരങ്ങൾ ഉയരുമ്പോഴാണ് ഞങ്ങളുടെ അസ്ഥികളിൽ പോലും ആവേശമുണ്ടാകുന്നത്. അല്പം വിക്കുള്ള എനിക്ക് പോലും അനർഗളമായി സംസാരിക്കുവാൻ ആവേശമുണ്ടാകുന്ന ഈ സംഭവം കാണുമ്പോഴാണ്. പക്ഷേ ഒരാൾ പോലും കേൾക്കാനില്ലാതിരുന്നിട്ടും ഇത്ര ഉറക്കെ ഇത്ര ശക്തമായി ഇയാൾ യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ അയാളുടെ ഉള്ളിൽ ഏതോ ഒരു സത്യം ഉറഞ്ഞു കിടക്കുന്നില്ലെങ്കിൽ ഇത്ര തന്റെ ഇടം ഉണ്ടാകത്തില്ല. ഏത് ജില്ലാ കളക്ടറുടെ മുഖത്ത് നോക്കിയും ഏത് പ്രധാനമന്ത്രിമാരുടെ മുഖത്ത് നോക്കിയും ഏത് ഭരണകർത്താക്കളുടെ മുഖത്ത് നോക്കിയും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഇതൊരു സത്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര തന്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഉറക്കെ പറയാൻ കിട്ടുന്ന ഈ സാധനം പോലെ വേറൊരു സംഗതി ഇല്ലച്ചാ. അതായി ഉറക്കെ പറയാനുള്ള കാരണം. പ്രത്യക്ഷതകളിലേക്ക് വരാം. പറൂസിയ എന്നൊരു പദമാണ് പ്രത്യക്ഷത എന്നതിന് പല വാക്കുണ്ട്. അതിൽ നമുക്ക് ദൈവശാസ്ത്രപരമായി ദൈവിക നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യക്ഷതയ്ക്ക് പറൂസിയ എന്ന വാക്കാണ്. യേശുക്രിസ്തുവിന് എത്ര പ്രത്യക്ഷതകളുണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രത്യക്ഷതകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായി 3 പ്രത്യക്ഷതകളേ ഉള്ളൂ. ഒന്ന്, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ പ്രത്യക്ഷനായി അവതരിച്ചു, അങ്ങനെയൊക്കെ പറയാം. 2, 33.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായി. അതൊരു പ്രത്യക്ഷതയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആണ്. എബ്രായർ 9:24 വായിക്കണ്ട. 3, ഒന്നാമത്തെ വരവ് ക്രൂശിൽ മരിക്കാനാണ്. ആ ക്രൂശ് മരണം ആരാണോ വിശ്വസിക്കുന്നത് അവരെ താൻ ഇരിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായി യേശു പിന്നെയും വരും. അതാണ് സെക്കൻഡ് കമ്മിങ്, 2ാം വരവ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയം. എൻ്റെ 2ാമത്തെ പുസ്തകം പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ. പുസ്തകം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. 1000 കോപ്പി വെച്ചാണ് അടിച്ചുകൊണ്ടിരുന്നത്. 450 രൂപ വിലയുള്ള പുസ്തകം. ദൈവദാസന്മാരത് ആവേശത്തോടെ സ്വീകരിച്ചതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും 3ാമത്തെ എഡിഷനും തീർന്നു. 6 കൊണ്ടുവന്നാണ്. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 5 ഉള്ളൂ. 4 ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു ഒരെണ്ണം ബുക്കിന് 4 ഉള്ളൂ. അതോർണം ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പുസ്തകമില്ല. യേശുവിൻ്റെ വരവ് മുതൽ നിത്യത വരെയുള്ള 150 കാര്യങ്ങൾ 71 അധ്യായത്തിലൂടെ 8 വർഷത്തെ പണി എൻ്റെ പിന്നിലുണ്ട്. അത് എഴുതിയ പുസ്തകമാണ്. അത്രയും കോപ്പിയേ ഉള്ളൂ. അടുത്ത എഡിഷൻ വരുമ്പോൾ 50 രൂപ ചിലപ്പോൾ കൂടുമായിരിക്കും. അത്യാവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. ഒരു ദൈവദാസന് ഒരു സഭയിൽ 3 കൊല്ലം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ക്ലാസ് എടുക്കാം. അത്രയും മതി. പുസ്തകമില്ലല്ലോ, അതേ ഉള്ളൂ. അപ്പോൾ ഈ 3 പ്രത്യക്ഷതകൾ എന്തിനാ യേശു വരുന്നതെന്നറിയാമോ? അതും പറയാം. എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്? അപ്പോൾ നമ്മൾ പറയും കണ്ടമാനം കാര്യങ്ങൾക്കാണ്. 35-ലേറെ അത്ഭുതങ്ങൾ തന്നെ കർത്താവ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അതിലേറെ എന്നാണ്. 33.5 വർഷം ജീവിച്ചു. അതിനെ 3ആയിട്ട് തിരിച്ചു. 12, 18, 3.5. 35-ലേറെ അത്ഭുതങ്ങൾ. അത് 5 ശുശ്രൂഷകളായിട്ടാണ്. പ്രസംഗിച്ചു, പ്രവചിച്ചു, ഉപദേശിച്ചു, ഡെലിവറൻസ്, ഉപവാസവും പ്രാർത്ഥനയും. 5 ശുശ്രൂഷകൾ. 6 സ്ഥലങ്ങളിലായിട്ടാണ് കർത്താവ് ഇത് ചെയ്തത്. വീട്ടിൽ, ശവക്കോട്ടയിൽ, പള്ളിയിൽ, വഴിയിൽ, കടലിൽ, കരയിൽ. നമ്മൾ ജനിക്കുന്ന അന്നൊക്കെ വീട്ടിൽ, മരിച്ചടക്കപ്പെടുന്നത് ശവക്കോട്ടയിൽ. ആത്മീയ കാര്യങ്ങൾക്ക് പള്ളിയും വഴിയും, ഭൗതിക കാര്യങ്ങൾക്ക് കടലും കരയും. അർത്ഥം, ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ മരിക്കുന്നവരെയുള്ള എല്ലാ മേഖലകളിലും അത്ഭുതം ചെയ്യുവാൻ യേശു കഴിവുള്ളവനാണ്. പക്ഷേ യേശു എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി. പൗലോസിൻ്റെ ഭാഷ അറിയാമല്ലോ. ഒടുവിൽ അകാലപ്രജ പോലെയുള്ള അതൊന്നുമല്ല ഈ പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം
പൂർത്തീകരണത്തിന് വേണ്ടി 3 കാര്യങ്ങൾക്കാണ് യേശു വന്നത്. ഒന്ന്, യേശു ലോകത്തിൽ വന്നത് ഒന്നാമത്തെ കാര്യം പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാനാണ്. എന്ന് പറഞ്ഞാൽ യേശു വരണമെന്ന് 300 പ്രവചനമുണ്ട് പഴയ നിയമത്തിൽ. അത് നിവൃത്തിയാക്കാനാണ് ആര് വന്നത്? യേശു വന്നത്. 2, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണമായി പരിഹരിക്കാനാണ് യേശു വന്നത്. 3, പിശാചിൻ്റെ തലയെ തകർക്കുവാനാണ് യേശു വന്നത്. ഈ 3 കാര്യങ്ങൾക്കുടെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, അത് നിവൃത്തിയാക്കാനാണ് യേശു വന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം വഴിമാറി. ഈ 3 പറയല, ബാക്കി 35 കൂട്ടം കാര്യവും പറയും. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദം പ്രസംഗിപ്പാൻ ഏത് ബദ്ധൻ ഏത് കുരുടൻ. ആകെ 3 കുരുടന്മാരെ യേശു സൗഖ്യമാക്കിയിട്ടുള്ളൂ. ആകെ 3 മരിച്ചവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിനർത്ഥം ഈ 33.5 കൊല്ലം ആരും വേറെ ചത്തില്ലെന്നാണോ? വേറെ ആർക്കും രോഗമില്ലെന്നാണോ? ഇതിനൊന്നും അല്ലെന്നേ യേശു വന്നത്. ആളുകളിപ്പോൾ വേറെ ഒരു സുവിശേഷത്തിൻ്റെ പുറകെ നടക്കുന്നേ. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴി ഒരു 4 മണിയാകുമ്പം ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. വഴിയിലൊക്കെ അത് വഴിയിലൊരു ചായ അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരു ചായയും ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഗുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണാൻ വരുന്നവരെല്ലാം വീട്ടിൽ ഈ ഗുണ്ടും കൊണ്ടാണ് വരുന്നത്. എൻ്റെ പിള്ളേർ പറഞ്ഞു, കർത്താവേ ഈ പപ്പയുടെ ഇഷ്ടം ഒരു പപ്സായിട്ട് മാറാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന് പോകണ്ടേ എന്ന മടുത്ത്. അപ്പം ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കുകയാണെന്നേ, ഈ ചെങ്ങന്നൂർ ഭാഗത്ത് നിന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടു എന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ അത്യാവശ്യം 5-6 പേരൊക്കെ അറിയുമല്ലോ. കൈ കാണിച്ചു, ഞാനും കൈ കാണിച്ചു, ചായ കുടിക്കാൻ വരുന്നില്ല, പോവുകയാണ്. നിങ്ങളുടനെ നാട്ടിലോട്ട് വിളിച്ച് പറയാം, ജോയി പാറയ്ക്കൽ പാസ്റ്റർ അങ്കമാലിയിൽ നിന്ന് ചായയും ഉണ്ടംപൊരിയും കഴിക്കാൻ ചെങ്ങന്നൂർ വന്നിട്ടുണ്ടായിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. അയാൾ കണ്ടതല്ലേ. ഞാൻ ചായയും പോണ്ടെന്ന് അയാൾ കണ്ടതല്ലേ. ശരിയാണ്. പക്ഷെ തെറ്റാണ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് 10,000-2,000 പെട്രോൾ മേടിച്ച് ചെങ്ങന്നൂർ ഉണ്ടതിനെ വന്നാണോ? എനിക്ക് ആ അങ്കമാലി ഒന്ന് 2 കിലോ ബോണ്ടയും 5 കിലോ പഴംപൊരിയും ഒരു 100 ഗ്ലാസ് ചായയും കൂടെ കെട്ടിനകത്ത് മേടിച്ചുകൊണ്ട് പോകാനുള്ള കാശില്ലയോ? ഞാൻ ഇവിടെ രേഖബോധ മിനിസിന് പ്രസംഗിക്കാൻ വന്നാന്നേ, വന്ന വഴി ചായ കുടിച്ചതാന്നേ. യേശു ലോകത്തിൽ വന്നത് പാപ, ശമ്പള, മരണ, നരക, ന്യായവിധിയിൽ നിന്ന് ജനത്തെ വിടുവിക്കാനാണ്. വന്ന വഴി ചെയ്ത കാര്യമാണ്, മറ്റുള്ളതെല്ലാം. അത്രേ ഉള്ളന്നേ. നമ്മളൊക്കെ പണ്ട് കൃഷി ചെയ്യുന്നവരല്ലയോ? 5-6 ഏക്കറൊക്കെ. എനിക്കൊന്നുമില്ല, എനിക്ക് 4 സെൻറ്റേ ഉള്ളൂ. 5-6 ഏക്കറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. മോണോ ബ്ലോക്കിൻ്റെ പമ്പ് സെറ്റൊക്കെ മേടിച്ച് ഇങ്ങനെ തെങ്ങും പറമ്പൊക്കെ നനച്ചിരുന്നില്ലേ വെച്ചാ പണ്ടൊക്കെ. ഈ തെങ്ങിന് ചുവടെടുക്കുമ്പം മണ്ണിങ്ങനെ മാന്തി ഇങ്ങനെ വെക്കും. അപ്പം ആ വരമ്പേൽ, തെങ്ങിൻ്റെ ആ വരമ്പേലേ ആ തടം, നല്ല വാക്കാം. ഞങ്ങളുടെ നാട്ടിലൊരു വാക്കുണ്ട്, പക്ഷേ അത് പറഞ്ഞാൽ കൊള്ളുകയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ആ തടമെടുത്ത് അതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കാന്താരി, ഒരു മഞ്ഞൾ ഒക്കെ നടാറില്ലയോ? എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മോട്ടർ ഇങ്ങനെ അടിച്ച് നനച്ചിങ്ങനെ വരുമ്പോൾ ഈ കാന്താരി പറയുക, എന്നെ നനയ്ക്കാനാണ് 5-ന്റെ മോണോ ബ്ലോക്ക് പമ്പ് സെറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്ത് മണ്ടതരമാണ്. നിന്നെ നനയ്ക്കാനല്ലെന്നേ, ഈ തെങ്ങ് നനയ്ക്കാനാണെന്നേ. വാഴ നനഞ്ഞപ്പം ചീരയും കൂടെ നനഞ്ഞതേ ഉള്ളന്നേ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വികലമാക്കരുത്. രോഗം മാറിയാലും ഇല്ലേലും, അമേരിക്ക പോയാലും ഇല്ലേലും, വീട് കിട്ടിയാലും ഇല്ലേലും, നടക്കേണ്ടത് നരക ശിക്ഷാവിധി എന്നുള്ള വിടുതലാണ്. പോകേണ്ടത് നിത്യതയിലുമാണ്. അതാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ യേശു ഉറക്കെ പറഞ്ഞു. 1, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ, പ്രവചനങ്ങൾ നിവൃത്തിയായി. ചെങ്ങന്നൂര്, മുളക്കുഴ ഈ ദേശത്തിലുള്ള ജനങ്ങളോട്, ഭൂലോകത്തിലുള്ള ആളുകളോട് യേശു പറഞ്ഞു,
നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം സമ്പൂർണ്ണമായി ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. അധോലോകം എന്ന് പറഞ്ഞാൽ മുംബൈയിലെ മാഫിയ സംഘമൊന്നുമല്ല. ഭൂമിയെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ക്രസ്റ്റ് 35 കിലോമീറ്റർ, 2 മാൻഡിൽ 2870 കിലോമീറ്റർ. ആ രണ്ട് ഭാഗത്തിനിടയിലൊരു സംഭവമുണ്ട്. അവിടെയാണ് നമ്മൾ ഒന്നാം പാതാളം എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെയാണ്. വിശദാംശങ്ങൾ ഇപ്പോഴില്ല. അപ്പം അവിടെ ഭക്തരായി മരിച്ചു പോകുന്ന ആളുകളെല്ലാം അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെടുന്ന സ്ഥലത്തും, അല്ലാത്തവരെല്ലാം എവിടെ പോവും? യാതനാ സ്ഥലത്തും. ഇതിനെന്താ കൃത്യമായിട്ട് പറയുന്നറിയാമോ? അവിടെ ചെന്ന് പെട്ടാൽ പിന്നെ രക്ഷയില്ല. എന്നാ കാണിച്ചാൽ രക്ഷയില്ല. അവിടെ ധനവാൻ നോക്കിക്കേ, ധനവാൻ അവിടെ കിടന്നുകൊണ്ട് 7 നല്ല കാര്യങ്ങൾ ചെയ്തു. 7 നല്ല കാര്യം. മേലോട്ട് നോക്കി, നല്ല കാര്യമല്ലേ? കീഴോട്ടല്ലല്ലോ നോക്കിയത്. അബ്രഹാം പിതാവാണെന്നറിഞ്ഞു, നല്ല കാര്യമല്ലേ? എൻ്റെ സഹോദരന്മാരെ ജീവിച്ചിട്ട് ആത്മഭാരം, നല്ല കാര്യമല്ലേ? ദാഹിക്കുന്നു, ദാഹമൊക്കെ നല്ല കാര്യമല്ലേ? പ്രാർത്ഥന നല്ല കാര്യമല്ലേ? അവിടെ വരണം, ആഗ്രഹം നല്ല കാര്യമല്ലേ? 6-7 നല്ല കാര്യങ്ങൾ പുള്ളി ആഗ്രഹിച്ചെന്നേ. പക്ഷേ 1/2 ഇഞ്ച് അനങ്ങാനൊക്കെയല്ലെന്നാ പറഞ്ഞേ. അവിടെ മരണശേഷം നടക്കുന്ന ഒരു കർമ്മങ്ങൾ കൊണ്ടും മരിച്ചുപോയ മനുഷ്യനെ 1/2 ഇഞ്ച് അനക്കാനൊക്കത്തില്ലെന്ന്. നോക്കണമെങ്കിൽ മേലോട്ട് ഇപ്പം നോക്കിക്കൊള്ളണം. ആത്മദാഹം ഇപ്പം സംഭവിക്കണം. പ്രാർത്ഥന ഇപ്പം നടത്തണം. വല്ലവരെ കുറിച്ചൊരു ഭാരം ഇപ്പം സംഭവിക്കണം. മരണശേഷം ഒന്നും നടക്കുകയില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പോ ആ അധോലോകത്തിലേക്ക് നോക്കിയച്ച് യേശു പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം. എല്ലാ ആളുകളെയും നെറ്റിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ചിലപ്പോൾ വലിയ പേരൊക്കെ ആയിരിക്കും, കുഞ്ഞിട്ടിക്കുടി, ആലുക്കാസ് എന്നൊക്കെ ആയിരിക്കും പേര്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് പാപത്തിൻ്റെ ശമ്പളം മരണം. അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുക. യേശുക്രിസ്തു ഈ സ്റ്റിക്കർ ഇളക്കാൻ, ചില സ്റ്റിക്കറൊക്കെ ഇളക്കണമെങ്കിൽ നല്ല പശയോ മഷയ്ക്ക് വെച്ച് ഇളക്കാൻ പറ്റുള്ളൂ. തൻ്റെ ക്രൂശിലെ രക്തം കൊണ്ട് ആ സ്റ്റിക്കറെ ഇളക്കി മാറ്റിയേച്ച് പിശാചിനോട് പറഞ്ഞു, നിന്റെ മരണാധികാരം ഞാൻ മറിച്ചിട്ടിരിക്കുന്നു, നിവൃത്തിയാക്കിയിരിക്കുന്നു. 3 ലോകത്തോട്, സ്വർലോകത്തോട് പ്രവചനങ്ങൾ നിവൃത്തിയായി. നമ്മളോട് പാപപരിഹാരം നിവൃത്തിയായി. പിശാചിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു, മരണാധികാരം നിവൃത്തിയായി. 3 കാര്യങ്ങൾ നമുക്ക് വേഗം ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, പിതാവേ, പ്രവചനങ്ങൾ നിവൃത്തിയായി. എബ്രായ ലേഖനം മോളെ എടുത്തു, 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കും. എബ്രായർ 1:1. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് അത് മതി. ദൈവം പണ്ട് ഈ വാക്കൊക്കെ നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? ഭാഗോടമ്പടി നടത്തുമ്പോഴാണ്. അതാണ് ഈ ചത്താലും കൊടുക്കത്തില്ല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വാക്ക് നമ്മൾ കേട്ടിട്ടേ ഇല്ല. പിള്ളേർക്കൊന്നും അറിയത്തില്ല എന്നാ ഭാഗോടമ്പടിയെന്ന്. ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് അതൊന്നുമില്ല, പുത്രൻ മുഖാന്തരം നമ്മോട് പറയുന്നു. ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. നല്ല ലേഖനം, എബ്രായ ലേഖനം. ദൈവം പണ്ടെങ്ങനെ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും ആരുണ്ട്? യേശുക്രിസ്തു ഉണ്ട്. അതായി പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞു. പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഒരു അടിസ്ഥാന ഉപദേശമാണെന്നേ. ഈ കുറേ നാളായി നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നു, പഴയ നിയമം നമുക്ക് ആവശ്യമില്ല. ഇപ്പം പലയിടത്തും സങ്കീർത്തനങ്ങൾ വായിക്കാതായിട്ടുണ്ട്. അല്ല, ചിലർ വായിച്ചിട്ടും കാര്യമില്ല. നാളെ 45-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ കല്യാണത്തിന് തെറ്റിച്ചാണ് വായിച്ചേ. എനിക്ക് തോന്നുന്നു ഒരു 45-ാം സങ്കീർത്തനമൊക്കെ നമ്മളൊരു ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നതല്ലയോ. അത് ഇപ്പോഴും തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വായിച്ചിട്ട് കാര്യമുണ്ടോ? ചിലക്ക് പറ്റിയ സങ്കീർത്തനം കാണാൻ മേല, കാരണം മുഷിഞ്ഞിരിക്കുക.
വൈകുന്നേരം പെട്ടെന്ന് കഞ്ഞി കുടിക്കാൻ ഏറ്റവും നല്ല പുസ്തകം ഏതാ? സങ്കീർത്തനം. ഇടവിട്ട വരികളെ അതിനകത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് വിശ്വാസികളുടെ അപേക്ഷ. സങ്കീർത്തനം ഉപദേശിമാരുടെ ഉപജീവന മാർഗമാണ്. നിങ്ങൾ ആവശ്യമില്ലാത്തടത്ത് കയറി കൈവെക്കരുത്. എന്നെ സന്തോഷിപ്പിച്ച വാക്യം ഹഗ്ഗായി പ്രവചനത്തോട് വാ, അല്ലെങ്കിൽ സക്കരിയാവോ, നിങ്ങൾ ഈ അത് ഞങ്ങൾക്ക് അതുണ്ടെങ്കിലേ നിങ്ങളിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം നിങ്ങൾ ഈ സങ്കീർത്തനം ഞങ്ങൾ അതുകൊണ്ട് അതിനകത്ത് കയറി കൈ വെക്കരുത്, വേറൊക്കെ എടുക്കണം. ആ പോട്ടാത്രയും. അപ്പോൾ ചില പറഞ്ഞു സങ്കീർത്തനം വേണ്ട, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 5-6 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞു എന്നാണ് കേട്ടത്. കേട്ടയാൾ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ശൈലി ശ്രദ്ധിച്ചോളാം. പുതിയ ശൈലിയൊക്കെ ഇപ്പം രംഗത്തിറങ്ങുന്നത്. പഴയ നിയമം വേണ്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് പുതിയ നിയമം വേണ്ട. അതിൻ്റെ കാരണം കൂടെ കേട്ടോ. നമ്മൾ അപ്പോസ്തോലിക സഭയാണ്. അപ്പോസ്തലന്മാർ ബൈബിൾ വെച്ചോണ്ടാണോ പ്രസംഗിച്ചേ? അല്ല. അനന്യാസ സഭയിലൊക്കെ വരുമ്പം ആത്മാവിൽ വെളിപ്പാടിലാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ബൈബിളല്ല സഭയ്ക്ക് ആവശ്യം, വെളിപ്പാടാണ് ആവശ്യം. ബൈബിൾ നമുക്ക് വേണ്ട. അന്നേരം കുറേ പേരിങ്ങനെ കൈയടിക്കുക, അന്യഭാഷ പറയുകയൊക്കെ ചെയ്തായിരുന്നു. ഞാൻ കേട്ടതാണ്, കണ്ടതല്ല. അപ്പോൾ അത് കേട്ട ആൾ എന്നോട് പറഞ്ഞു, പക്ഷേ പഴയ നിയമം വേണ്ട നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇങ്ങനെ പറഞ്ഞു പുതിയ നിയമം വേണ്ട. പാസ്റ്റർ എന്തോ പറയുന്നു? ഞാൻ പറഞ്ഞു ആ ആളെയും നമുക്ക് വേണ്ട. കുറേ പേർക്ക് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ നമുക്ക് വേണ്ടെന്നേ. ആർക്കായി വേണ്ടിയത്? ഒന്നാമത് ഈ പഴയ നിയമത്തിൽ യേശു ഉണ്ടോയെന്ന് അറിയാൻ പുസ്തകം പഠിക്കണ്ടായോ? യേശു എന്തോ പറഞ്ഞു? സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച്. പുതിയ എങ്ങനെ തുടങ്ങുന്നേ? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ. അപ്പോൾ യേശുവിനെ തുടങ്ങിയാൽ പോരായിരുന്നു? പോരാ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ബാബിൽ പ്രഭാസം വരെ 14, പ്രഭാവത്തിൽ ക്രിസ്തു വരെ 14, അബ്രഹാം മുതൽ ആദാം വരെ 20, 62 തലമുറകൾ ടച്ച് ചെയ്ത് വെച്ചാൽ യേശുവിൻ്റെ കാര്യം പറയുന്നത്. അതില്ലാതെ ഇതെങ്ങനെ പറയുന്നേ? ന്യായപ്രമാണം നീക്കുവാനല്ല യേശു വന്ന്, നിവർത്തിക്കുവാനാ വന്നത്. അത് ഞാൻ പറയാം എന്താ അത് നിവർത്തിക്കുകയെന്ന്. പിന്നെ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ഉണ്ടെന്നൊക്കെ ഈ കണ്ടുപിടിക്കുക എന്നുള്ളതൊരു പണിയാണെന്നേ. അതാ പണ്ട് ആരോ പറഞ്ഞ പോലെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് അത് പണ്ട്. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് കോപ്പി ചെയ്യുകയും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയും ചെയ്ത് എന്നാൽ. അങ്ങനെ ഇപ്പോൾ കുത്തിയിരുന്ന് പഠിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഇങ്ങനെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മക്കളെ കുത്തിയിരുന്ന് പഠിക്കണം. പിതാക്കന്മാരൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഈ വീട്ടിൽ അച്ഛൻ എങ്ങോട്ട് പോയി എന്നിരിക്കട്ടെ, 1 മാസത്തേക്ക് എല്ലാം ഓഫ് ചെയ്ത് വെച്ച് പോയി ഇല്ലേ? എല്ലാം ഓഫ് ചെയ്തിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? കറണ്ട് മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ അതിനർത്ഥം ഈ വീട്ടിലോട്ട് എന്ത് വന്നു? കറണ്ട് വന്നു എന്നാണ്. അല്ലാതെ എല്ലാ മുറിയിലും ബൾബ് തെളിഞ്ഞു എന്നല്ല. എല്ലാ മുറിയിലും ബൾബ് തെളിയണമെങ്കിൽ എല്ലാ മുറിയിലും സ്വിച്ചുണ്ട്. അത് ചെന്ന് എന്ത് ചെയ്യണം? ഞെക്കണം. ടോയ്ലറ്റിൽ, കിച്ചണിൽ, ഡൈനിങ് ഹാളിൽ, ബെഡ്റൂമിൽ, വിസിറ്റിംഗ് റൂമിൽ എല്ലാം ഞെക്കണം. പഴയ നിയമത്തിലെ 39 പുസ്തകത്തിൽ യേശു ഉണ്ട്. ആ ബൾബ് തെളിയണമെങ്കിൽ സ്വിച്ച് കണ്ടുപിടിക്കണം ആദ്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വന്നിങ്ങനെ ഞെക്കണം. അപ്പോൾ ഒരു ബൾബ് തെളിയും. സ്ത്രീയുടെ സന്തതി. നല്ല ഹാലജൻ ബൾബാ. പുറപ്പാട് പുസ്തകം 12:4 വന്നിച്ച് സ്വിച്ച് ഇടണം. അപ്പോൾ സ്റ്റൈലും ബൾബാ. പെസഹ കുഞ്ഞാട് എന്നാ ബൾബാ. ലേവ്യ പുസ്തകത്തിൽ 7 ബൾബാ. 5 യാഗമേ ഉള്ളൂ. ചുവന്ന പശുക്കിടാവിൻ്റെ യാഗവും കരപൂരണ യാഗം അടക്കം 7 യാഗങ്ങളുടെ പൊരുളാണ് ക്രിസ്തു. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 18 ന്യായാധിപന്മാർക്ക് മീതെ 14 ഉള്ളൂ. ശമൂവേൽ, ഏലി, മക്കളായ യോവേൽ, അബീയാവ് അവരെയും ന്യായാധിപന്മാരായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ 18.
18 ന്യായാധിപന്മാർക്ക് മീതെ ന്യായപാലനം ചെയ്യുന്ന ന്യായകർത്താവാണ് യേശു. രൂത്തിൽ വീണ്ടെടുപ്പുകാരനായ ഒരാളായിട്ടാണ്. 1-2 ശമൂവേലിൽ പ്രവാചക വരേണ്യൻ. 1-2 രാജാക്കന്മാരിൽ 41 രാജാക്കന്മാർക്ക് മീതെ രാജ്യം ഭരിക്കുന്ന രാജാതിരാജാവ്. 1-2 ദിനവൃത്താന്തങ്ങളിൽ കർത്താതി കർത്താവ്. എസ്തേറിൽ മധ്യസ്ഥൻ, എസ്രായിൽ ശാസ്ത്രി, നെഹമ്യാവിൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപകൻ, ഈയോവിൽ കഷ്ടപ്പെടുന്ന മശിഹ, സങ്കീർത്തനങ്ങളിൽ ആടുകളുടെ വലിയ ഇടയൻ, സദൃശവാക്യത്തിൽ സർവജ്ഞാനി, സഭാപ്രസംഗിയിൽ സകലവും നിയന്ത്രിക്കുന്നവൻ, ഉത്തമഗീതത്തിൽ സഭയുടെ മണവാളനും പ്രിയനും തോഴനും കാന്തനും, യെശയ്യാവും ഇരമ്യാവും എഗസ്കേൽ ദാനിയേലും, വലിയ 4 വലിയ പ്രവാചകന്മാരും ശേഷിക്കുന്ന 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങുന്ന വിലാപങ്ങളുടെ പുസ്തകം അടക്കമുള്ള 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ അവൻ യഹൂദ ജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹ. മത്തായിൽ രാജാവ്, മർക്കോസിൽ ദാസൻ, ലൂക്കോസിൽ മനുഷ്യപുത്രൻ, യോഹന്നാനിൽ ദൈവത്തിൻ്റെ പുത്രൻ, അപ്പോസ്തല പ്രവൃത്തിയിൽ സഭയുടെ ചരിത്രത്തിൻ്റെ നെടുന്തൂണ്, ലേഖനങ്ങളിൽ സഭയുടെ ഭാവി പ്രത്യാശ, കൈയടക്കത്തോളം മടിയിലിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന ക്രിസ്തു. മലയാള മനോരമ മുൻവശത്തെ പേജിലും 3-ാമത്തെ പേജിലും കാണുന്ന പൊന്നമ്മ സൂപ്രണ്ടിനെയും കുഞ്ഞുകുറുപ്പനെയും പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഈ പന്തലിട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഇതിഹാസങ്ങളിലും ചരിത്ര പുസ്തകം രേഖപ്പെടുത്തിയവരുണ്ടെങ്കിൽ ഇതാ പുസ്തകത്തിന്റെ ചുരുളുകൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന ഒരു ഇതിഹാസ പുരുഷനുണ്ടെങ്കിൽ അത് ഞങ്ങൾ നെഞ്ചിലേറ്റി ലാളിക്കുന്ന യേശു ക്രിസ്തുവല്ലാതെ പകരം ഒരാളില്ലെന്ന് 1,00,000 വാത്സല്യത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ലോകത്തിൽ രക്ഷകനായി വരാനുള്ളത് ഒരേ ഒരുവൻ മാത്രമേ, യേശു ക്രിസ്തു മാത്രമാണെന്ന്. അതിനർത്ഥം ഞങ്ങൾ ഇനി ഈ ലോകത്തിൽ രക്ഷിതാവിനെ കാത്തിരിക്കുന്നില്ല. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ലോകത്ത് രക്ഷിതാവ് ജനിച്ചു. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിൽ കുറച്ചുകൂടെ പറയാം. ഞങ്ങളിനി ഡിസംബർ 25 കടലാസ് വിളക്കിൽ ജനിക്കുന്ന യേശുവിനെ പ്രതീക്ഷിക്കുന്നില്ല. ഏപ്രിൽ 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ച സിമെന്റും കമ്പിയും കൂടെ കൂട്ടിക്കുഴച്ച നിങ്ങളുടെ കോൺക്രീറ്റിന്റെ കുരിശിൽ മരിക്കുന്ന യേശുവിനെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും വീടിന്റെ മുറ്റത്ത് നിങ്ങൾ ഒരുക്കുന്ന പുൽക്കൂട്ടിൽ അല്പവസ്ത്രധാരിയായി മഞ്ഞുകൊണ്ട് കിടക്കുന്ന പുതപ്പ് പോലും ഇല്ലാത്ത ഉണ്ണിയേശുവിനെയല്ല സ്വീകരിക്കേണ്ടത്. മുറ്റവും വീടും തന്ന നിന്റെ ഹൃദയത്തിനകത്തേക്ക് യേശുവിനെ ഇന്ന് രാത്രിയിൽ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ പറ. ഇനിയും യേശു ഉണ്ണിയേശുവായിട്ടല്ല വരേണ്ടത്, നിന്റെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന രക്ഷകനായി, ദൈവമായി, ലോകരക്ഷിതാവായി, നിത്യജീവനായി, സത്യദൈവമായിട്ടാണ് അവനെ അംഗീകരിക്കേണ്ടത്. പ്രവചനങ്ങൾ നിവർത്തിയായി. ദൈവം പണ്ട്. അടുത്തത് വിവിധമായി. അതെന്നാ ഈ വിവിധ സ്റ്റൈലിൽ, വിവിധ രീതികളിൽ നിന്നാണ്. അത് ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലതൊരു ഉദാഹരണം പറയുന്ന. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു പഴയ സീനിയർ പാസ്റ്റർ മരിച്ചുപോയി. 100 വയസ്സ് കഴിഞ്ഞ് ഞാൻ മരിച്ചത്. അവർക്കൊക്കെ അങ്ങനെ ആയുസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ഉപദേശപണി പഠിച്ചത്. അതിൻ്റെ ഗുണമേ ഉള്ളൂ. ഈ ക്ലീനറായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. ബോണറ്റൊക്കെ പൊക്കി 2 വയറൊക്കെ കടിച്ച് എവിടെയൊക്കെ കൂട്ടിപ്പിടിപ്പിച്ച് പത്രക്കാരെയും പാൽക്കാരെയും കൊണ്ടൊക്കെ തള്ളി വണ്ടി എടുത്തോണ്ടു. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. കാരണം ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് എവിടാന്ന് പോലും ഇതുവരെ ഈ പുള്ളിക്ക് ഈ സാധനം മാത്രമേ ഉള്ളൂ. ക്ലച്ചും ബ്രേക്കും ലാഭമുള്ള കാലയിലാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്ന, ഉപദേശിപ്പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏതേലും ഉപദേശിയുടെ പുറകെ തന്നെ നടന്ന് പഠിക്കണം. അതിന് പ്രത്യേക കോഴ്സൊക്കെ ഉണ്ട്.
അച്ഛാ പാടളാ. നമ്മൾ ബൈബിൾ കോളേജൊക്കെ പഠിച്ചു, ഞങ്ങൾക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ ബൈബിൾ കോളേജിലൊക്കെ എത്ര പേരെന്നറിയാമോ? 160 പേരാണ് പഠിക്കുന്നത്. 1-2 പേര് ഈ യോത്തേക്കുള്ള ആൾ പഠിക്കുന്നുണ്ട്. മാസത്തിൽ 3 ദിവസത്തെ ക്ലാസ്. കേരളത്തിലെ 20 കൺവെൻഷൻ പ്രസംഗർ വന്ന് ക്ലാസ് എടുക്കുന്നു. അയാളുടെ അങ്ങനെയുള്ള BTH കൊടുക്കുന്നു. താമസം, ആഹാരം, വിദ്യാഭ്യാസം എല്ലാം സൗജന്യമാണ്. 160 പേര് പഠിക്കുന്നുണ്ട്. BTHും വീഡിയോ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പണ്ടാരോ പറഞ്ഞ പോലെ തീപ്പെട്ടി വേണ്ടായോ? ഈ വീഡിയോ കൊണ്ടുവന്ന് വെച്ചാൽ കത്തിക്കാൻ തീപ്പെട്ടി വേണ്ടേ? ഇപ്പോൾ വീഡിയോ എവിടെ നിന്ന് കിട്ടും? കോളേജിൽ നിന്നും തീപ്പെട്ടി അവിടെ നിന്നും മേടിച്ചോളാം, എന്നാലേ സംഗതി അടക്കത്തുള്ളത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതിനാ യുവദേശിമാരെ പുറകെ കിടന്ന് വല്ലതൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന പണ്ടത്തെ ഉദാഹരണം പറയാം. ഭാഗമായി വിവിധ സ്റ്റൈൽ അത് പറയാൻ പോവുക. യേശു മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാണ് പോയത്? സ്വർഗത്തിലേക്കല്ല. 3 ദിവസം എവിടെയാണ് പോയത്? 1-ാം പാതാളം. 1-ാം പാതാളത്തിൽ ആരാ ഉള്ളതെന്നറിയാമോ? ആദാം മുതൽ യോഹന്നാൻ വരെയുള്ള ഭക്തന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ വേദി 1-ാം പാതാളമാണെന്നങ്ങ് വിചാരിക്കുക, ഒരു വിചാരം. അപ്പോൾ അധ്യക്ഷൻ ഇരിക്കുന്ന പോലെ ഇരിപ്പുണ്ടാവും? യേശു ചെന്നിട്ടില്ലെന്നേ, വരുന്നേ ഉള്ളൂ. പഴയമത്തിൽ ഏറ്റവും വലിയ ആൾ ആദാമല്ലേ, 1-ാമത്തെ അങ്ങേര്. അപ്പം അങ്ങേരായിരിക്കും മിക്കവാറും അധ്യക്ഷൻ. പിന്നെ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് അബ്രഹാം ആയിരിക്കും. അങ്ങനെ 2 പിതാക്കന്മാരാണ്. ഒന്ന് നരവംശത്തിൻ്റെ പിതാവാണ് ആര്? ആദാം. വിശ്വാസിയുടെ പിതാവാണ് ആര്? അബ്രഹാം. 2 പേർക്കും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇരുന്നോട്ടെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്നൊരു ഭൂകമ്പം. മനസ്സിലാകുന്ന പോലെ, കഥ പറയുന്ന പോലെ പറയുക. ഒരു നടക്കം. പാതാളത്തിൻ്റെ പൂട്ട് താണ്ട് തെറിച്ചങ്ങോട്ട് പോയി. നോക്കി നിൽക്കുമ്പോൾ നടുക്കൊരുത്തൻ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷത കണ്ടതും ചാടി എഴുന്നേറ്റു ആളുകൾ. ആരെഴുന്നേറ്റാലും അധ്യക്ഷന്മാർ പെട്ടെന്ന് എഴുന്നേക്കൂ? അവരെഴുന്നേറ്റില്ല. ഇതൊക്കെ ഭാവനയാണ് കേട്ടോ, ഭാവന. ഞാൻ പോയി വന്ന പോലെ ആണല്ലോ പറഞ്ഞേക്കരുത്, ഭാവന. നല്ല കാര്യം പറയാലോ. യേശു പതുക്കെ ആദാമിൻ്റെ അടുത്തോട്ട് നടന്ന് ചെല്ലുകയാണ് കേട്ടോ. എൻ്റെ അല്ല, ഉപദേശിമാർ പണ്ട് പറഞ്ഞ് പഠിപ്പിച്ച ഒന്നുകൂടെ ഇവിടെ പറയാം. ഈ യേശു നടന്നു വരുന്തോറും ആദാമിന് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. കാരണം ആ തേജസ്സും സംഭവമൊക്കെ അപാരമല്ലേ. അടുത്ത് വന്നപ്പം മനസ്സോടെ പുള്ളി എഴുന്നേറ്റു. കാരണം എഴുന്നേറ്റാൽ പിന്നെ കസേര കിട്ടത്തില്ലെന്ന്. ഈ കസേര സംഭവമല്ലേ. അല്ലേ? വന്നു കഴിഞ്ഞപ്പോൾ യേശു ആദാമിനോട് ചോദിക്കുക, അറിയാമോ? അപ്പോൾ ആദാം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു സ്ഥലത്തും കണ്ടതായൊരു പരിചയം ഇല്ല. യേശു പറഞ്ഞു, എനിക്കറിയാം. എന്നെയോ? എവിടെ വെച്ച്? നന്നായിട്ടറിയാം. ഞെട്ടിപ്പോയി. 930 വയസ്സുള്ള ഞാൻ, 4000 കൊല്ലമായി ഇവിടെ കുത്തിയിരിക്കുന്ന ഞാൻ, 33 വയസ്സുള്ള ചെക്കൻ വന്നേച്ച് പറയുക എന്നെ അറിയാമെന്ന്. എവിടെ വെച്ച? യേശു പറഞ്ഞു, അങ്ങ് പണ്ട് ഏദൻ തോട്ടത്തിലായിരുന്നല്ലോ. ആയിരുന്നു. അതൊക്കെ കഥ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഒന്നുകൂടെ കോളറൊക്കെ പിടിച്ചിട്ട്. ഈ പാപം ചെയ്തത് ഓർമ്മയുണ്ടോ? അയ്യോ, അതൊക്കെ മിണ്ടാതെ ഞാൻ ഇവിടെ നിന്ന് ജീവിച്ച് പൊക്കോട്ടെ. പാപം ചെയ്തപ്പോൾ ആ മരത്തിൻ്റെ മറവിലേക്ക് പോയതും, ഒരു ബുദ്ധി തോന്നി അത്തി ഇലയുടെ ഒരു ഉടുപ്പുണ്ടാക്കിയതും, വെയിലാറിയപ്പോഴേക്കും ഇപ്പോഴത്തെ പിള്ളേരുടെ പാൻറ് പോലെ ചുരുങ്ങിപ്പോയതും, നാണം കൊണ്ട് വിളിച്ചിട്ടും വരാതിരുന്നതും ഓർമ്മയുണ്ടോ? നാണം കെടുത്താനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? വന്ന കാര്യം പറ, ബാക്കിയുണ്ട്. ആ നഗ്നത മറയ്ക്കാൻ ഒരു തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി നഗ്നത മറച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ തോല് എവിടുന്ന് വന്നു എന്ന് അച്ഛൻ വിചാരിച്ച്? എവിടുന്നാ വന്നേ? ഒരു മൃഗം യാഗമാകാതെ തോലുണ്ടാവോ? ഉണ്ടാകത്തില്ല. ആരാ മൃഗം? ആരാ ആരാ ആരാ? ഞാനാണെന്ന്. മറവിടങ്ങളിൽ താങ്കൾ പോലും അറിയാതെ താങ്കൾക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്ന ആദാമ്യ വർഗത്തിന്റെ മുഴുവൻ പാപങ്ങളും താങ്കൾ പോലും
അറിയാതെ യാഗമായി തീർന്ന ആ മറവിടങ്ങളിലെ കുഞ്ഞാടാണ് ഇപ്പം നിൽക്കുന്നത്. കുമ്പിട്ട് കാണും. ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പം വെട്ടിത്തിരിഞ്ഞു യേശു നേരെ അബ്രഹാമിൻ്റെ അടുത്തോട്ട്. അബ്രഹാമിൻ്റെ കയ്യും കാലും മറച്ചിട്ട് പാടില്ല. 10 അടി അകലം വന്നപ്പോഴേ പറഞ്ഞു, പറയണ്ട, പിടികിട്ടി. അപ്പം ഇപ്പുറത്ത് ഇസാഖ് ചോദിച്ചു, ആരാ? ഡാ, നിന്നെ അറക്കാൻ വേണ്ടി ഞാൻ മോറിയ മലയിലേക്ക് പോയപ്പോഴേ അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയപ്പം അന്ന് അവിടെ കൊമ്പ് കാറ്റിൽ കുരുങ്ങിയ യേശു പറഞ്ഞു 100 മാർക്ക്. 100 മാർക്ക്. ആ കോലാട്ടുകൊറ്റനായി വന്നു നിൽക്കുന്നത്. അങ്ങനെയാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധ സ്റ്റൈലിൽ നോഗയുടെ കാലഘട്ടത്തിൽ ഉയർന്നു പൊങ്ങിയ പെട്ടകമായി, ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ വിരിച്ച തോൽപ്പുറത്ത് പെയ്തിറങ്ങിയ മഞ്ഞായി, പഴയ നിലകളിൽ പല നിലകളിൽ ദൈവം പഴയമത്തിൽ ഉണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അതെങ്ങനെ വരുന്ന വഴിയായി പറഞ്ഞത്. അതുകൊണ്ട് അന്ത്യകാലത്ത് ഇനി പ്രവാചകന്മാരിൽ കൂടെയല്ല, ഇനി സംഭവങ്ങളിൽ കൂടെയല്ല, ഇനി ഭാഗം ഭാഗമായിട്ടല്ല, ഇനി വിവിധ രീതികളിലല്ല, ഇനി ദൈവത്തിന്റെ അരുളപ്പാട് ഒറ്റ മാർഗം. ആ മാർഗമാണ് മുറ്റത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രസംഗം. ഈ ഒരു മാർഗമല്ലാതെ പുതിയ നിയമത്തിൽ മാനവജാതിയോട് ദൈവത്തിന് സംസാരിക്കാൻ വേറെ സിംബലുകളില്ല. ഞങ്ങൾ പറയുന്ന വചനത്തിനപ്പുറത്ത് ദൈവത്തിന് സുവിശേഷം അറിയിക്കാൻ വേറെ മാധ്യമങ്ങളില്ല, വേറെ മാർഗങ്ങളില്ല. അതാണ് ഇതുകൊണ്ട് സത്യവചനമാണെന്ന് പറയുന്നത്. പിതാവേ, 18 ന്യായാധിപന്മാർക്ക്, 41 രാജാക്കന്മാർക്ക്, കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്ത ശിരോമണികൾക്ക്, മഹാപുരോഹിതന്മാർക്ക്, പ്രവാചകന്മാർക്ക് നിവൃത്തിയാക്കാൻ പറ്റാതിരുന്നതിനെ ഞാൻ 3.5 വർഷം കൊണ്ട് ക്രൂശിൽ നിവൃത്തിയാക്കിയിരിക്കുന്നു. 2 കരവും ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിയിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിയിടുമേ. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു.
സ്വർഗത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പിതാവേ, പ്രവചനങ്ങൾ ഇനി ആരും ലോകത്തിൽ രക്ഷകനായി വരാനില്ല. കരമുയർത്തൊരു സ്വത്രം പറഞ്ഞാട്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണ്ണമായി നിവൃത്തിയായി. ഒന്ന് വിശദീകരിച്ചോട്ടെ. എബ്രായ ലേഖനം 10:1 മുതൽ വായിക്കുമ്പോൾ, എബ്രായർ 10:1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. നല്ല വാക്യമാ. പെട്ടെന്ന് നമുക്ക് എനിക്ക് മനസ്സിലായതുകൊണ്ട്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമില്ലാത്തതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ വല്ലതും പിടി കിട്ടിയോ? എനിക്കൊരു പിടി കിട്ടിയില്ല ആദ്യം. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത് ഓരോ വാക്കും. ന്യായപ്രമാണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ന്യായമായ പ്രമാണം. ഇനി അതിനെ എബ്രായ ഗ്രീക്കും തപ്പാൻ പോണ്ട. ന്യായമായ പ്രമാണം വരുവാനുള്ള നന്മകളുടെ, ആരാ വരാനുള്ള നന്മ? യേശു. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇപ്പം സംഗതി കണക്ട് ചെയ്യാം. ന്യായപ്രമാണം വരാനുള്ള യേശുവിൻ്റെ നിഴലായിരുന്നു, അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. തെളിവ് അതുകൊണ്ട് ആണ്ടുതോറും ഈ ന്യായപ്രമാണത്തിൻ്റെ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും അതിന് കഴിവില്ല. പുതിയ നിയമത്തിലെ യേശു അങ്ങനല്ല പറഞ്ഞത്. എൻ്റെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം. ഇപ്പോൾ പഴയ നിയമത്തിൽ പൂർണ്ണതയില്ല, പുതിയ നിയമത്തിൽ പൂർണ്ണതയുണ്ട്. എന്താ തെളിവ്? പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിന് 36 കുറവുണ്ട്. ലേവ്യ പുസ്തകത്തിൽ ഉള്ള ന്യായപ്രമാണത്തിന് 36 കുറവുണ്ട്. ആ 36 കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണ് പുതിയ നിയമത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം. അപ്പം എന്തിനായി ഈ കുറവുള്ള പുസ്തകം കൊടുത്തത്? അത് റോമാലേഖനത്തിലുണ്ട്. ശിശുപാലകനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വരുന്നതുവരെ പിടിച്ചു നിൽക്കണം ആളുകൾ. അതിനാ ഈ നമ്മുടെ യോഗങ്ങൾക്ക് പാട്ട് പാടുന്നതിനാ ആളുകളെ പിടിച്ചു നിർത്തുക പ്രസംഗത്തിന് മുമ്പ്. പക്ഷെ സത്യം ഞാൻ പറയാമല്ലോ, അതൊന്നുമല്ല. പാട്ടൊരു ശുശ്രൂഷയാണ്. ജോൺസനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ 42 കൊല്ലത്തിനിടയിൽ ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞ് വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ജോൺസൺ പറ. എല്ലാ യോഗത്തിനും ആദ്യത്തെ പാട്ട് പോലെ ഞാനുണ്ട്. ആൾ കൂടാനുള്ള പരിപാടി അല്ലെന്നേ പാട്ട്, അതൊരു ശുശ്രൂഷയാണെന്നേ. വലിയ വലിയ നേതാക്കന്മാർ വരുന്നതിന് മുമ്പേ ഒരാൾ കയറി പ്രസംഗിക്കുക അറിയത്തില്ല. ആ ആൾ വരുമ്പോൾ ഇയാൾ മൈക്ക് താഴെ വെക്കും. ന്യായപ്രമാണം ഇതുപോലെ യേശു വരുന്നവരെ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. പിടിച്ചു നിൽക്കാൻ കൊടുത്തതാ. നമ്മളിപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ കയറിയാൽ അറിയാമല്ലോ, വിശപ്പ് മാറണമെങ്കിൽ തട്ടുകടയിൽ പോയി കഴിച്ചുകൊണ്ട് പോകണം. അത് സംഗതി കേടാണെങ്കിലും വിശപ്പ് തോന്നുമ്പോഴാണ് 5 സ്റ്റാറിൽ കയറുന്നത്. ഓർഡർ ചെയ്തു, വിശപ്പ് തുടങ്ങി. വൻകുടലും ചെറുകുടലും കൂടെ കൂട്ടിമുട്ടി നാവ് പുറത്തോട്ട് വരുമ്പോഴാണ് ഒരു പ്ലേറ്റ് വരുന്നത്. ആകെപ്പാടെ ആക്രാന്തം പിടിച്ച് പ്ലേറ്റിൽ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുടയ്ക്കാനുള്ള ടിഷ്യൂ പേപ്പർ വരുന്നത്. പിന്നെ അടുത്തുകൂടെ ആളുകളുടെ അടുത്തോട്ട് പോകുന്ന ടിഷ്യൂ അല്ല പേപ്പറെല്ലാം കൂടെ നോക്കി ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് വെള്ളം ഇറക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം വരുന്നത്. എന്തിനു പറയുന്നു? വിശന്ന് കയറിയ നമ്മൾ ചത്ത് നമ്മുടെ അടിയന്തരം കഴിയുമ്പോഴാണ് ആവി പറക്കുന്ന സാധനമായിട്ട് വരുന്നത്. അപ്പോൾ അതുവരെ പിടിച്ചു നിൽക്കാൻ ഫസ്റ്റ് കോഴ്സ് കുറച്ച് സാധനങ്ങളൊക്കെ 5 സ്റ്റാറിൽ തരും. അതൊക്കെ തിന്നുകൊണ്ട് കുറിച്ചുകൊണ്ടിരിക്കണം. അതാ. അപ്പം ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം വരുന്ന വരെ ജനം പിടിച്ചു നിൽക്കണം. അല്ലാതെ ഇപ്പം ഈ ശിശുപാലകൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ കൊച്ചിനെ ആശാൻ കളരി കൊണ്ടുവന്ന് വിട്ട് വേലക്കാരുടെ സർ കൊണ്ടാക്കിച്ചു പോവാ. അവിടെ ചെന്ന് ആ കൊച്ചിനെ ആക്കി കഴിഞ്ഞാൽ തിരിച്ചു പോരണം. അവിടെ ഏൽപ്പിച്ചു. അല്ലാതെ സെറവൻ്റെ അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോണ്ട് ആൻ്റെ ഗോതമ്പ് ഉപ്പുമാവ് ശരിയാക്കിക്കൊണ്ടിരിക്കണം, കോഴിമുട്ട പുഴുകൊണ്ടിരിക്കണം. കോഴിമുട്ടയും ഗോതമ്പുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ കിട്ടുമോ? കൊച്ചിനെ അവിടെ ആക്കിച്ച് വീട്ടിൽ പോകണമെന്നേ. ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്.
അപ്പം അതുവരെ ജനത്തിന് സമ്പൂർണ്ണ വിടുതലില്ല, പാപബോധമില്ല, പ്രായശ്ചിത്വമില്ല. അതൊന്ന് വിശദീകരിക്കാം ഞാൻ, അതപ്പോഴേ ശരിയാവും. ഇപ്പം ഇത് യഹൂദൻ്റെ പള്ളിയാണെന്നിരിക്കട്ടെ. ഇത് യഹൂദൻ്റെ പള്ളി. ഇവിടെ പുരോഹിതനൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്ട് ആ കവലയിൽ ഇറങ്ങിയിട്ട് ആളുകൾ ഇങ്ങോട്ട് ആരാനിക്ക് വരിക. അപ്പോൾ ഒരു മത്തായി ചേട്ടൻ 2 കുറുപ്രാവിന് തൂക്കിയാണ് ആരാനിക്ക് വരുന്നത്. പഴയമത്തിൽ അങ്ങനെ ചുമ്മാ പോകാൻ പറ്റുകയില്ല. എന്താ വേണം കയ്യിൽ? കുറുപ്രാവ്. ഈ കയ്യിൽ ഏത് മൃഗമാണ് ഇരിക്കുന്നത് നോക്കിയാൽ ഇവൻ ചെയ്ത പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മളൊരാളെ കൊലപാതകം ചെയ്താൽ നമുക്കറിയത്തില്ല. പക്ഷേ പോലീസ് ജഡ്ജി പറയും IPC കുമ്പനാടല്ല, IPC ഇത്രാമത്തെ വകുപ്പ് വെച്ചെന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിക്കുന്നേ. നമുക്ക് ഇതുവരെ അതറിയാമോ? ഇല്ല. അപ്പം ഈ സാധനം പോകുന്ന കാണുമ്പോൾ പറയും അപ്പം ഈ പോകുന്ന സമയത്ത് ഈ സർവക്കല്ലയിൽ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വേലിപ്പത്തൽ ഓന്തിരിക്കുന്ന പോലെ സർവക്കല്ലയിൽ കുറേ ആളുകൾ പണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ പുസ്തകം കൊണ്ട് പോകുമ്പം അങ്ങനെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അപ്പൻ്റെ കൂട്ടുകാരൊക്കെ ആയിരിക്കും. നമ്മൾ പോകുമ്പോൾ മിണ്ടുകയില്ല. നമ്മളങ്ങ് പാസ് ചെയ്ത് കഴിയുമ്പോൾ പറ 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 അന്നേരം അവർ സ്വസ്ത്രം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെങ്ങനെ ഇരിക്കും? അവൻ വീട്ടിലൊന്ന് ചായ കുടിക്കുന്നവനാ. മറ്റവരെ കൊണ്ട് ആ സങ്കടമൊക്കെ ഇവനൊക്കെ കളിയാക്കുന്ന ഈ വേലിപ്പത്തലിൽ അത് ഓർത്തുകൊണ്ട് പള്ളി ചെല്ലുമ്പോഴാണ് സാക്ഷ്യം പറയാൻ നേരത്ത് പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. അതങ്ങനെ വളരാനുള്ള കാരണം അതാണെന്ന്. ഇപ്പം പിന്നെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോട്ടെ. അപ്പോൾ അന്ന് ഈ ഓന്തന്മാരുണ്ട്. എവിടെ? ഇപ്പോൾ ഓന്തന്മാരൊന്നുമില്ല. കാരണം അവരിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നല്ല ഏറ്റുണ്ടയിലും ഇന്നോവയിലും ഒക്കെ കയറി പോണ കാരണം ഓന്തന്മാർക്ക് നമ്മളെയും കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഓന്തന്മാരെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം പള്ളി വന്ന അതിൻ്റെ ഒരു ചൂടുചുടുക്കാന്തി ഒന്നും ഇല്ലെന്നേ. പണ്ട് എൻ്റെ പൊന്നച്ച 2.25 സെൻറ്റിനകത്ത് 4 നെറ്റി കെട്ടിപ്പൊക്കി ഓല കൊണ്ട് മെടഞ്ഞെടുത്ത ഹാളും കൈകൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും ചാണകം മെഴുകിയ തറയും ഒരു വശം പൊട്ടിയ തമ്പേറും അടിച്ചങ്ങോട്ട് പെരുക്കുമ്പം അതിലെ പോകുന്നവൻ സ്വത്രം പറയാൻ അവൻ്റെ ഇരട്ടിയിൽ അന്യവാദ പറഞ്ഞ് ആരാധിക്കുന്ന പെന്തക്കോസുകാരാണെന്ന് ഇന്ന് AC മുറിക്കകത്ത് കയറിയപ്പോൾ കീബോർഡ് അനങ്ങിയില്ലെങ്കിൽ നമ്മൾ അനങ്ങത്തില്ലെന്ന്. എൻ്റെ ദൈവം എന്തോ കക്ഷവാദർക്കണേ. അപ്പൊ അങ്ങനെ മത്തായി ചേട്ടോ എന്തോ ഇന്ന് കുറുപ്രാവേ ഉള്ളോ? നീ ഓടാ അവിടുന്ന്. കാര്യം ഈ കുറ്റിവീടി വലിച്ചാൽ എന്ത് മതി? നീ ഓടാ അവിടുന്ന്. അല്ല, ഞാൻ ഈ കുറുപ്രാവനെയും കൊണ്ടെങ്കിലും പോകുന്നുണ്ടല്ലോ. കാരണം അച്ഛന് ജീവിക്കണ്ടായോ? യാഗപീഠത്തിലെ മുപ്പല്ലി കൊണ്ട് കുത്തിയിടത മേധസല്ലി അങ്ങേര് കഴിക്കണ്ടേ? ഞങ്ങളാരും കൊണ്ട് ചെല്ലാതിരുന്ന പുള്ളി എന്നാ കഴിക്കും? ഞാൻ കുറുപ്രാവിനെയും കൊണ്ട് പോകുന്നു. നീ കുറ്റിപ്പിടി വലിച്ച് അവിടെ ഇരിക്കല്ലേ? നീ പള്ളിയിൽ പോ ആദ്യം. അപ്പൊ നീ എൻ്റെ പുറകെ വരുന്ന പിന്നെ യോനാച്ചനെ കണ്ടാലോ എന്നാ പറ്റി? നീ നോക്ക. അവനാണ്ട് ഒരു കോലാടിനെയും കൊണ്ട് പോകുന്നു. എൻ്റെ അർത്ഥം എന്താ? അപ്പൊ അവർ പറഞ്ഞു ഇത് കുറ്റിപിടി അല്ലാട്ടോ, ഇത് കുറ്റിമറിച്ച കേസാ. ഇത് കുറ്റിമറിച്ച കേസാ. കഴിഞ്ഞ ആഴ്ചയിലല്ലേ യോനാ ചേട്ടാ? അത് കഴിഞ്ഞ ആഴ്ചയിൽ 2-3 ലോഡ് പണി ഉണ്ടായിരുന്നുണ്ടോ? അല്ല, മനസ്സിലായോ? പണിയുണ്ടെങ്കിൽ കാശ് കിട്ടും, കാശ് കിട്ടിയാൽ പാപം ചെയ്യും, പാപം ചെയ്താൽ കോലാടിനെയും പിടിക്കും. ഇതാ അന്നത്തെ സ്ഥിതി. അപ്പോൾ കോലാടില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പണി എന്ത് പിടി കിട്ടി? അന്നും ഇന്നും പണമുള്ളവൻ എന്തും ചെയ്യാം. പണമുള്ളവൻ ഓരോരോ സ്ഥാനത്ത് കയറിയിരിക്കുകയാണേ. കൃപയല്ലെന്നേ ഇപ്പൊ പ്രധാനം, പണമാണെന്നേ. പണം കൊണ്ട് വ്യാപരിച്ച ദൈവസഭയിലാ യേശു ചാട്ടവാറെടുത്തതെന്ന് ഇവരെല്ലാം കൂടെ ചെന്നു പറഞ്ഞു. അപ്പം എൻ്റെ പുറകെ ഒരുത്തം വരുന്ന കണ്ടാലോ? എന്നാ പറ്റി? അവൻ താണ്ടെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ല മാർക്കറ്റിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന 12 SC ലോറിൽ നിന്നൊരു കാളയെ 2 ബംഗാളിനെ കൊണ്ട് ഉന്തി തള്ളി എങ്ങോട്ട് പോകുന്നു? അതേത് പാപാന്ന് ആർക്കറിയാം? എല്ലാം കൂടെ ചെന്നിച്ച് പറഞ്ഞു. അന്നത്തെ അച്ഛനോട് പറഞ്ഞു രക്ഷപ്പെടുത്തണം. എന്താ കാര്യം? ഞങ്ങൾ ഈ പള്ളിയിലോട്ട് വരുമ്പം കയ്യിലുള്ള യാഗമൃഗം കണ്ടുകൊണ്ട് നാട്ടുകാർ ഞങ്ങൾ ചെയ്ത പാപം എന്താണെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരല്ലയോ? അച്ഛനും ജീവിക്കണ്ടായോ? അച്ഛൻ പറഞ്ഞു എന്താ പരിഹാരം? ഞങ്ങൾ പറയാം. എന്തോ 5-6 ഏക്കർ വസ്തുവില്ലേ ഇവിടെ ഉണ്ട്, ആ മാർക്കറ്റിൽ ഇവിടെ അങ്ങ് തുടങ്ങാൻ പെർമിഷൻ കൊടുക്കുക. ഞങ്ങൾ കാശ് കൊണ്ട് വരാം. കാശ് കൊണ്ട് വരുന്നവനെ നമുക്കറിയാൻ പറ്റുമോ?
കാശോട് അറിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ 25 കൊല്ലം പാസ്സായിരുന്നു 10 സഭയിൽ. എനിക്കറിയാമല്ല നിങ്ങളിൽ എത്ര. കാരണം ഞാൻ എപ്പോൾ നോക്കുമ്പോഴും 10. എനിക്കറിയാമല്ല. ഇപ്പൊക്കെ മാറിയിട്ടോട്ട് കേട്ടോ. എന്നാലും ഞാനൊരു സ്വന്തം പറയും, ആ 10 കൊണ്ട് ജീവിച്ചാൽ ഇവിടം വരെ എത്തിയത് ദൈവത്തിൻ്റെ സ്വന്തം. 10നൊക്കെ ഒരു പരിഷ്കാരം വരുത്തിയാൽ നല്ലതാ. 12. കാരണം ചായക്ക് കാശ് കൊടുത്ത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. 10+ സൂത്രം. ഞാൻ ഈ പ്രസംഗത്തിലുള്ള ഉദാഹരണം അങ്ങനെ തന്നെ പറയണ്ടായോ? 1984 അങ്കമാലിയിൽ നിന്ന് വണ്ടി കയറുക കോട്ടയത്തിന്. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, എവിടെ കോട്ടയം? എത്ര? 84. പേഴ്സ് തുറന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഒത്തിരി 10 ഉണ്ടല്ലോ. ആ ഉണ്ട്, എനിക്ക് തരാമോ? കൊടുത്തു. പുള്ളി പറഞ്ഞു 36 ഉണ്ട്, പോയിച്ചു വരുമ്പോൾ കാശ് തരാം, വലുത്. ആ പുള്ളി ഇങ്ങനെ 2-3 എടുത്ത് കൊടുക്കുന്ന കണ്ടായിരുന്നു. പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ സീറ്റാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഗമയിലിരിക്കുക. എന്നെ പുള്ളിയുടെ പ്രശ്നം തീർത്ത ആളല്ലേ ഞാൻ. പുള്ളി വന്നപ്പോൾ അങ്ങനെ നോക്കുക എന്നെ. ഞാൻ പറഞ്ഞു ഇരുന്നു. പുള്ളി ഇരിക്കുന്നില്ല. പുള്ളി പറയുക, പാസ്റ്ററാണല്ലേ എന്ന്. ഞാനാണ് ഈ ടീഷർട്ടൊക്കെ ഇട്ടേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പാസ്റ്ററോ? എന്നാ പാസ്റ്റർ? എവിടെ? പാസ്റ്റർ അല്ലേ. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാനുള്ള കാര്യം എന്നാ? പുള്ളി പറഞ്ഞു, പാസ്സാണോ ആദ്യം പറ. എനിക്കാണെങ്കിൽ പാസ്റ്റ് അല്ലാന്ന് പറയാൻ നാവ് വളയൊന്നുമില്ല. പാസ്സാണല്ലോ. ഞാൻ പറഞ്ഞു, എന്നാ അത് പറ ആദ്യം. ഇവിടെ ഇരുന്നു. പിന്നെ പുള്ളി കണ്ടത്. ഞാൻ പറഞ്ഞു, ആ പാസ്റ്റാന്ന് പറയാനുള്ള കാരണം പറ. 10 കണ്ടോണ്ടാണോ? അല്ല പാസ്റ്ററേ. പിന്നെ എങ്ങനെയാ മനസ്സിലായത്? അത് പാസ്റ്റേ, ഈ മുഷിഞ്ഞ 10ൻ്റെ നോട്ട്. മെഡിക്കൽ കോളേജ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡെഡ് ബോഡി കൊണ്ടുവരുന്ന പോലെ തലങ്ങും വിലങ്ങും സെല്ലേട്ട് വെച്ച് ഒട്ടിച്ച 10. പിന്നെ പുള്ളി ഭഗവത്ഗീതയാ ബാക്കി പറഞ്ഞ, വളച്ചാൽ വളയാത്ത, ഒടിച്ചാൽ ഒടിയാത്ത, തീയിട്ടാൽ ദഹിക്കാത്ത, മണ്ണിട. ഞാൻ പറഞ്ഞു, മതി 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 മതി, തൃപ്തിയായി. എൻ്റെ പുള്ളി പറയാം, അത് 2 പേരുടെ കയ്യിലേ ഉള്ളൂ പാസ്റ്റേ. അപ്പോഴൊരു സമാധാനം. നരകത്തിലേക്കാണല്ലോ കൂട്ടണം. മറ്റേ പാർട്ടി ആരാന്ന് വെച്ചാൽ അത് 1 യുവദേശവാനും 2 പിന്നെ ഭിക്ഷക്കാർ. ഉള്ള സമാധാനം പോയി അതോടുകൂടെ. അത്രയും മതി. സ്വത്രം. നമ്മളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. 10 രൂപ ഞാൻ കളിയാക്കിയിട്ടുമില്ല. ഞാൻ അതുകൊണ്ടൊക്കെ ജീവിച്ചത്. സ്വത്രം. അത് ഒരിക്കലും മറക്കാനൊക്കുകയില്ല. എന്നാലും കാലം മാറിയപ്പം ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, നിങ്ങൾ 2 രൂപയും കൂടെ ചേർത്ത് അത്രേ പറഞ്ഞു. ഒരു പുരോഗമനം. അപ്പം ഇവരെല്ലാം കൂടെ എന്ത് സാധനം ഇവിടെ കൊണ്ടുവന്നു. നമ്മത്തെ ജനം പറഞ്ഞു, 2 കുറുപ്രാവ്. ചേട്ടനെ കണ്ടിട്ട് കോലാടിനുള്ള വകുപ്പുണ്ടെന്ന് തോന്നണമല്ലോ. നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്ത് പാവ ചേട്ടൻ കുറുപ്പ. ചേട്ടാ, കോലാടിന് ഇപ്പം വില കുറവാണ്. 2 കോലാടിനും മേടിച്ചതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയും. നീ ഇതാണ് യേശു കാണുന്നത്. ആലയത്തിനകത്ത് ഈ വ്യാപാരമാണ് കാണുന്നത്. യേശു അതിനെയൊക്കെ ശാസിച്ചില്ലയോ? എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയം. ഞാൻ ഈ മൈക്കൊള്ളോട് ഇത്രേ പറയാനൊക്കത്തുള്ളൂ. പ്രാർത്ഥനാലയത്തിൽ നടക്കേണ്ടത് പ്രാർത്ഥനയാണെന്ന്. വരവകായും ജലവകായും ഇല്ലകായും പരിപ്പോഴും തീരെ നമ്മി തല്ലും അല്ലതേ നടക്കേണ്ടത്. പ്രാർത്ഥനയാണെന്നേ നടക്കേണ്ടത്. ഇത്രയും മതി. സ്വത്രം. അവർ പറഞ്ഞു, ഒരു പരിഹാരം ഉണ്ടാക്കുക. എന്താ പരിഹാരം? അപ്പം ജനങ്ങൾക്ക് പാപബോധമില്ല. എൻ്റെ കാശുണ്ടെങ്കിൽ പാപം ചെയ്യാം, കാശില്ലെങ്കിൽ കുത്തിയിരിക്കും. പിന്നെ അന്നത്തെ പുരോഹിതന്മാരും അവർക്കും ജീവിക്കണ്ടേ. അവർ ഒന്ന് മത്തായിയുടെ അതിലേക്ക് വെച്ച് പ്രാർത്ഥിക്കട്ടെ. യഹോവേ, ഇവൻ കൊണ്ടുവന്ന ഈ കുറുപ്രാവിൻ്റെ യാഗത്തെ സ്വീകരിച്ച് ഇവൻ്റെ കുറ്റുവീടിൻ്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കണമേ. പരസ്യമായിട്ട് അകത്ത്. കുറുപ്രാവിനെ കൊണ്ടുവന്നാലും കോലാടിനെ കൊണ്ടുവന്നാലും കാളയെ കൊണ്ടുവന്നാലും പണി ഒന്നല്ലേ. കൈയും കാലും വെട്ടിക്കളയണം, മൂത്രപിണ്ഡം വാവ, കഴുത്ത് വെട്ടിക്കളയണം, കാല് വെട്ടിക്കളയണം, ചെറുക് വെട്ടിക്കളയണം, എന്നാ എല്ലാത്തിനും പണി ഒന്നാണ്. ഈ കുറുപ്രാവിനെയൊക്കെ യാഗപീഠത്തിലേക്കിട്ട് 30 കൊണ്ട് എവിടെ കുത്തും? എവിടെ കുത്തണേ? അപ്പോൾ പരസ്യമായിട്ട് പറയും, ഇവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കണമേ. മനസ്സിൽ, ഈ കുരുത്തം കെട്ടവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ അടുത്ത ആഴ്ച വരുമ്പം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതിനെ ഒരു കോലാടിനെ കൊണ്ട് വരാൻ. ഇതാണ് ജനത്തിന് പാപബോധമില്ലാത്തത്. പാപമോചന ചീട്ടും വിറ്റ് കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും മനുഷ്യന്റെ പാപത്തിന്റെ പ്രശ്നങ്ങൾക്കും മെഴുകുതിരിയും അതും ഇതൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ അവന് മെഴുതിരി മേടിക്കാൻ കാശുണ്ടെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ഇതിന് പരിഹാരം വരുത്തണമെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചു. യാഗം ന്യായപ്രമാണം 1 തെറ്റിയാൽ മുഴുവൻ തെറ്റും. അപ്പൊ ചിലക്ക് ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ പോകാമേലേ? ഉത്തരം പോകാം.
റോമാലേഖനത്തിലില്ലേ? ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു. കൃപയുടെ സുവിശേഷം എത്താത്ത സ്ഥലത്ത് എന്ത് തന്നെയാണ് മാനദണ്ഡം? ന്യായപ്രമാണം തന്നെയാണ്. പക്ഷെ പ്രശ്നം ഇതാണ്, അത് ആചരിച്ചിട്ട് ആർക്കും സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കണ്ട. ഒറ്റ ഉദാഹരണം പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാൻ ഞാൻ. നമുക്ക് ഗൾഫിൽ പോകണം. ഇതിനപ്പുറത്തെ കടലെവിടാ? ചെങ്ങന്നൂരിൻ്റെ അപ്പുറത്തെ കടലെവിടാ? ആലപ്പുഴ. അവിടെ ചെന്ന് നിങ്ങൾ അപ്പുറത്തോട്ട് നോക്കണം. കാണാൻ പറ്റിയില്ലെങ്കിലും വിശ്വസിക്കണം, അവിടാണ് UAE. അപ്പോൾ അവിടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പാസ്പോർട്ട്, വിസ മെസ്സേജ്, ഇമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ടിക്കറ്റ് ഒക്കെ വേണ്ടായോ? ഇതെല്ലാം ഉണ്ടെങ്കിലും ചെന്നിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ നോട്ടവും ചിന്തയും വാക്കും പിന്നെ എന്തൊക്കെ പരിപാടിയാ ഇല്ലേ? ഈ ഒരു ബുദ്ധിമുട്ടില്ലെന്നേ. ആലപ്പുഴ ചെന്നിച്ച് ചാടുക നീന്തി അങ്ങ് പോവുക. 2 കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുക. ഒന്നാമത്തെ ചോദ്യം, നീന്തിയാൽ ചെല്ലുകയില്ലേ? ഉത്തരം, നീന്തിയാൽ ചെല്ലും. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ആരെങ്കിലും നീന്തി ദുബായി പോവാറുണ്ടോ? ഇതാണ് ന്യായപ്രമാണം. മനസ്സിലായോ? ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലാമെന്നേ. അങ്ങനെ 4000 കൊണ്ട് ന്യായപ്രമാണം ആചരിച്ച് ആരെങ്കിലും കയറിയിട്ടുണ്ടോ? അബ്രഹാം, ആദാം. പിന്നെന്തിനാ കൊടുത്തത്? ദൈവം തന്നെ പറഞ്ഞു, കൊടുത്തതിനൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ പുതിയതൊന്ന് തരുന്നു. ഉത്തരം, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ ലോകത്തിലേക്ക് അയച്ച് പ്രശ്ന പരിഹാരം വരുത്തിയെന്ന്. അപ്പോൾ ഇനി 10:11 വായിക്കേ. ആ പോയിന്റോട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ച 3. ഏത് പുരോഹിതനും, ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അവസാനത്തെ വാക്ക് മതി. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാനും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ഞാനിപ്പോ എന്തുവാ നിൽക്കുന്നേ? ഒരു പണിയുള്ളത് കൊണ്ടാ. ജോൺസൺ എന്താ പോയിരിക്കുന്നേ? പണി കഴിഞ്ഞത് കൊണ്ടാ. നീ എൻ്റെ പണി തീരും, അപ്പം ഞാനവിടെ പോയിരിക്കും. അന്നേരം അവർക്ക് ഒരു പണിയും കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ പുരോഹിതൻ എന്താ ആലയത്തിൽ നിൽക്കുന്നേ? ഈ നിൽക്കുന്ന ജനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ പോയി സമാധാനത്തോടെ ഇരിക്കും? പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും പുരോഹിതന്മാർ ആലയത്തിൽ ഇരിക്കാറില്ല. ഞങ്ങൾ ഉപദേശിമാര് ആലയത്തിൽ എഴുന്നേക്കാറുമില്ല. രണ്ടിനെ വ്യത്യാസം. ഞങ്ങളങ്ങ് സ്വസ്ഥമായിട്ടിരിക്കുക. ഞങ്ങളുടെ ആളുകൾ തന്നെ എഴുന്നേക്കുന്ന കണ്ട് നമുക്കിനി ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യാം? ഇപ്പോഴൊക്കെ എഴുന്നേക്കാൻ എളുപ്പമാണ്. പണ്ട് തറയിലൊക്കെ ഇരിക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണ്. പാട്ട് തീരുമ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്. സമാഗമന കൂടാരത്തിൽ ഇരിപ്പിടമില്ല. ഈ ജനത്തിന് പരിഹാരം വരാതെ ഞങ്ങൾ എങ്ങനെ യഹോവയെ അവിടെ പോയി ഇരിക്കും? ഞങ്ങൾക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. ഇതാണ് പുരോഹിതൻ അന്നും ഇന്നും ആലയത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. ഏത് പുരോഹിതനും ഒരു കാലത്തും പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ പണ്ട് ചൊല്ലിയത് കൂടെ കൂടെ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നു. അടുത്ത വാക്യം വായിക്ക. യേശുവോ യേശു ആരാന്നറിയണ്ടേ? പുരോഹിതനല്ല, മഹാപുരോഹിതനാണ്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി കൂടെ കൂടെ യാഗമില്ല, കാൽവറിയിൽ ഒറ്റ യാഗമായി തീർന്നിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട്, ഹല്ലേലൂയ, വലത്ത് ഭാഗത്ത് ഇവിടുത്തെ പുരോഹിതന്മാര് മതത്തിന്റെ ആചാരം പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് നേർച്ചകളും കാഴ്ചകളും നടന്ന് ജനത്തിന് വേണ്ടി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നിൽക്കുന്ന അതേ പ്രശ്നത്തിന് 2000 കൊല്ലം മുൻപ് യേശുക്രിസ്തു ക്രൂശിൽ പരിഹാരം വരുത്തിയച്ചും പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കുന്നു. മതത്തിന്റെ ഏടാകൂടത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ ദൈവം
ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മെ ഇരുത്തിയ ദൈവത്തിന് ഇരു കരവും ചേർപ്പടിച്ചു ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കണമെന്ന്. പരിഹാരം നിവൃത്തിയായി. യേശുവിന്റെ കുരിശിലെ യാഗത്താൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ സമ്പൂർണമായി പരിഹരിക്കപ്പെട്ടു. മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം, ശത്രുവായ സാത്താന്റെ തലയെ തകർത്തു. അതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിന്റെ തലയെ തകർത്തു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞതൊരു അരമണിക്കൂർ പ്രസംഗിക്കണം. കാരണം നമ്മുടെ ഇടയിൽ ഒത്തിരി തെറ്റായ രീതികൾ നമ്മൾ കാണുന്നുണ്ട്. ചില പറയും പിശാചിന് തലയില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. തലയെ കൊണ്ട് കേട്ടോ, തലമണ്ട പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് തല്ലി പൊട്ടിച്ചു എന്നല്ല, ഇതിനകത്തുള്ള അവൻ്റെ ബുദ്ധിയെ കർത്താവ് തകർത്തെന്ന. വെളിപ്പാട് 13:1 7 തലയും 10 കൊമ്പും ഉണ്ടോ? ഇപ്പോൾ തലയില്ലേ പുള്ളിക്കിപ്പോഴും ഉണ്ട്. ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി വാല കൊണ്ടാണ് വിഴുങ്ങുന്നത്. ഇപ്പം തലയുണ്ടെന്ന് അതൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ആളുകൾ തലയില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. പിശാചിനെ ആവശ്യമില്ലാതെ പിശാചിനോട് എതിർത്ത് നിൽക്കാനല്ലേ വചനം പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവൻ്റെ പുറകെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ചില അവൻ്റെ പുറകെ നടന്ന് അവൻ്റെ കൊത്തലങ്ങളൊക്കെ ചുറ്റി നടന്ന് തുപ്പി ശാസിച്ച് ഈ നാമത്തിൽ ഭാ വരുമ്പോൾ മാത്രം ചുരം കയറുന്ന പോലൊരു ശബ്ദമാണ്. അതിനുമുമ്പ് ആ ശബ്ദമൊന്നുമില്ല. നോക്കിക്ക്, ഒരിടയ്ക്ക് പിശാചിനെ ചവിട്ടി പുറത്താക്കുന്നവരുടെ ബഹളമായിരുന്നു. എന്നോട് ഒരിക്കൽ പറഞ്ഞു, പക്ഷേ നമുക്ക് അങ്കമാലില്ല, നമുക്ക് ഇവനെ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓടിക്കണമെന്ന് പറഞ്ഞു. ഈ 10-50 വാസന്മാരുള്ളവരുടെ ഞാനും ആദ്യം വിചാരിച്ച് ശരിയായിരിക്കും. അപ്പോൾ പറഞ്ഞു പിതാവിൻ്റെയും പുത്രനെയും പരിണാമത്തിൻ്റെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. 2 ആഴ്ച ഞാൻ കൊരട്ടി, തൊട്ടടുത്ത സ്ഥലത്താണ് കൊരട്ടി. അപ്പോൾ അവിടുത്തെ വാസന്മാർ പറഞ്ഞു നമുക്ക് ഈ പിശാചിനെ കൊരട്ടിയിൽ നിന്ന് ഓടിക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ വെട്ടിലായത്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് ചവിട്ടിയാൽ എങ്ങോട്ട് വിടണം? എൻ്റെ നാട്ടിലോട്ട് വിടണം, അങ്കമാലിക്ക് വിടണം. ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവനെ എവിടെ വിടും? 1100 പഞ്ചായത്തിൽ നമ്മൾ വാസന്മാർ കയറ്റുമോ? കാലം ഇവനെ കയറ്റാൻ നിൽക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെയോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ചവിട്ടിപ്പുറത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ പോകുന്നു വിചാരിച്ചാണ് നടക്കുന്നത്. ആണോ? ഉറക്കെ പറ പാസേ. അല്ലെന്ന് യേശു പറഞ്ഞിട്ട് പോലും അവൻ പോയി പിന്നെ വന്നെന്നല്ലേ. ഞാൻ ചോദിട്ടെ, നമ്മൾ ഈ 19 കൊല്ലം ആട്ടിത്തുപ്പിയ തുപ്പലം 5.25 കിലോ. ഈ പുള്ളി ഇതുവരെ വാർഡ് വിട്ട് തുപ്പാതിരിക്കുകയല്ലേ നല്ലത്. എന്നാ പോകാത്തെന്നല്ല അറിയാമോ? എന്നതാ എപ്പോഴാ ഇവനെ ഇവിടെ ഈ ചെങ്ങന്നൂർ ഇവൻ പോകുന്നത് എപ്പോഴാന്ന് അറിയാമോ? നമ്മൾ നാട്ടിൽ തുപ്പുമ്പോഴല്ല. സഹസ്രാധിപ അധിപനായി യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പം ഇവനെ ചങ്ങലയിട്ട് പൂട്ടി യേശുവാണ് ഇവനെ ബന്ധിക്കുന്നത്. അല്ല നമ്മൾ ചവിട്ടിയാൽ പോകത്തൊന്നുമില്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ആരുടെ നാടാന്ന് പോലും അറിയാമോ? ആരുടെയാ ഇത്? ഈ നാട് ആരുടെയാന്ന്? സകല ലോകവും ദുഷ്ടന്റെ. വീടും പറമ്പൊക്കെ നമ്മുടെ ആന്നോ? അല്ല. സംശയം ഉണ്ടെങ്കിൽ ചെന്ന് ആധാരം എടുത്ത് നോക്ക്. വെറും പാട്ടം ഒന്നുകിൽ, അല്ലെങ്കിൽ മുന്നാധാരം, അല്ലെങ്കിൽ പട്ടയം, അല്ലെങ്കിൽ പണ്ടാരവക. കേട്ടിട്ടുണ്ടോ? എന്നാ പണ്ടാരവക? പണ്ട് ആരുടെയോ വക. അതാ ഉണ്ടോ? ഇതൊക്കെ കൈവശം വെച്ച് തന്നെയല്ല നമ്മൾ പാടുന്നുണ്ടല്ലോ, ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്ന്. നമ്മൾ അറിയാതെ പാടുക. ഇത്രയും പറഞ്ഞപ്പോൾ സംശയം. അപ്പം നമ്മൾ തുപ്പിയാൽ പോവില്ല. അപ്പം നമ്മുടെ മേലെ അവന് അധികാരം അതില്ല. അതും കൂടെ പറഞ്ഞാൽ ഇത് ക്ലിയർ ആവും. എവിടെ നിന്നാണാ വരുന്നത്? ഞാൻ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ദാസനായ കുഞ്ഞുമോൻ്റെ വീട്ടിൽ നിന്ന് കയറിയോ? അതെങ്ങനെ കയറാനാണ്? എന്നാ കാര്യം? 3 വേലിയല്ലേ കെട്ടി വെച്ചിരിക്കുന്നത്. ഇയ്യോബിനും വീടിനും
സകലത്തിനും. കുഞ്ഞുമോന്റെ ചുറ്റും 3 വേലി കിട്ടി, പിന്നെ എനിക്ക് എങ്ങനെ കയറാനാണ്? അത് ചോദിച്ചതാ. ഇപ്പൊ എല്ലാം മനസ്സിലായോ? ചെങ്ങന്നൂർ നമം പോകത്തില്ലെങ്കിലും കുഞ്ഞാറിന്റെ തങ്കനിണത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ, നിന്റെ തലമുറയെ തൊടണമെങ്കിൽ, നിന്റെ വാകരത്തെ തൊടണമെങ്കിൽ അത് വേറെ അനുവാദം മേടിക്കേണ്ടി വരും. ഞാൻ ഈ അവനെ കൊണ്ടുപോക്കോട്ടെ, കൊണ്ടുപോയി പാറ്റേച്ച് വാടാ. ഇപ്പുറത്ത് ഞാൻ പത്രോസിനെ കൊണ്ടുപോകട്ടെ, തോട്ടുപോകരുത്. കണ്ടോ എന്നാ കാര്യം? അവനെ കൊണ്ടുപോയാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന് തമ്പുരാൻ അറിയാം. ഇവനെ കൊണ്ടുപോയാൽ കളത്തിന് പുറത്തു പോകുമെന്നറിയാം. ആരെ വിട്ടുകൊടുക്കണമെന്നും ആരെ കൊടുക്കണം തമ്പുരാൻ അറിയാമെന്ന് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിന്നെ വിട്ടുകൊടുക്കാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ കരമൊന്ന് ചേർപ്പടിച്ചോ. ഇന്ന് രാത്രി ഈ ദൈവത്തെ സ്തുതിക്കണമെന്ന്. അപ്പൊ ഇവനെ തകർക്കുന്ന കാലത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം ഏതാ? എടുക്കണ്ട ഏതാ? 9 മണിയാവാൻ 5 മിനിറ്റ് ഉള്ളപ്പം പാസ്റ്റർ എങ്ങോട്ട് പോവുക? അയ്യോമേ, 9 മണിക്ക് തന്നെ തീർക്കേണ്ടത്. എനിക്കറിയാൻ മേല തീരുമല്ലോ. 5 മിനിറ്റ് ഒന്നും കൂടി ചോദിക്കുന്നത് ശരിയല്ല. കൂട്ടിയെടുക്കുന്നത് 5 മിനിറ്റ് ഇതങ്ങ് തീർക്കാൻ. ഈ പിശാചിൻ്റെ കാര്യം പറഞ്ഞാൽ തീർക്കുന്നേ. ഇത് പറയുമ്പോഴേക്കും ചില എഴുന്നേറ്റിട്ട് ഭാര്യ നമുക്ക് പോകാമെന്ന് പറയും. ഇത് പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് മറ്റേ പുള്ളി കൊണ്ടുപോകുന്നതായിരിക്കും. അതാ ഇവരെ കാര്യം പറയാനാ പോകുന്നത്. 5-10 മിനിറ്റ് വൈകിയാൽ അച്ഛാ ഇവിടെ ഇരിക്കണം, ഇത് തീരെ നാളെ അവിടെ യോഗമില്ലെന്ന്. മരണാധികാരിയായ കോരനാം ആ പാട്ട് പാടിച്ചോടെ നിർത്താൻ. ഇപ്പം പിടിക്കണ്ട, സംഗതി പറയാം. അപ്പോൾ ദൈവം പറഞ്ഞു, ആദാമേ, മുഖത്തെ വിയർപ്പുണ്ട് ഉപജീവനം കഴിക്കും. പെങ്കൊച്ചെ, വേദനയോടെ മക്കളെ പ്രസവിക്കും. ഭൂമി മുള്ളും പരക്കാരെ മുളയ്ക്കും. നീ ഒരു ദിവസം കൊണ്ട് ഗമിച്ചതിന് ഭൂമിയിലെ പൊടി നിനക്ക് ആഹാരമായിരിക്കും. ഈ 4 ക്രിസ്തു ക്രൂശിൽ നിവൃത്തിയാക്കി. അപ്പം പിന്നെന്താ ഞാൻ വിയർക്കുന്നേ? ഇപ്പോഴെന്താ പെണ്ണ് പ്രസവിക്കും വേദനയില്ലേ? നിങ്ങളോടാ വേദനയില്ലേ? ഉണ്ട്. ഇപ്പം ചിലക്കില്ല, കാരണം ഓപ്പറേഷനാണ്. അത് പണ്ട് പേര് ഇപ്പം കീറ് എന്ന് പറഞ്ഞ പോലെ. അത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കാ അത്. അതിനേക്കാൾ വലിയ വേദനയാണ്. കണ്ണും കൈക്കോട്ടും എത്താത്ത സ്ഥലത്ത് മുള്ളും പറക്കാരെ മുളയ്ക്കില്ലേ? മുളയ്ക്കും. ഈ പുതുമഴ പെയ്താൽ പാമ്പ് റോട്ടിലല്ലേ? മണ്ണ് തന്നെ ഇറങ്ങുന്ന ഈ മണ്ണുകൊണ്ടല്ലേ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പുറകെ നമ്മൾ യാതൊരു കാണും, ഇവൻ കാണും. പിന്നെ തൊടാതിരിക്കുന്നത് ഇതിനകത്ത് തീ കയറിയത് കൊണ്ടാണ്. അതറിയാമോ? ഏതൊരാൾക്കും ചവിട്ടിക്കൂട്ടാം. ഇഷ്ടിക തീച്ചൂളയ്ക്ക് വെക്കുന്നതിന് മുമ്പ് ആർക്കും ചവിട്ടാം. വെച്ചതിനകത്ത് തീ കയറിയാൽ ചവിട്ടാൻ രണ്ടാമത് ആലോചിക്കണം. ആർക്കും ചവിട്ടാവുന്ന നിന്നെ കാൽവരുടെ മൂശയ്ക്കകത്ത് വെന്തുരുക്കി ഞാൻ നിന്നിലും നീ എന്നിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ തൊടാൻ രണ്ടാമത് ആലോചിക്കണമെന്ന് ദൈവം പറഞ്ഞു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ. പിശാചി വിചാരിച്ചു, സ്ത്രീയുടെ സന്തതി എൻ്റെ തലയെടുക്കൂ? ഏത് പെണ്ണ് പ്രസവിച്ച് വരുന്ന കൊച്ചാ എൻ്റെ തലയെടുക്കുന്നേ? ഇനി ബാക്കി പഠിച്ചോളണം. പഴയമത്തിൽ ഇവൻ ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുക. എന്നാണെന്നറിയാമോ? ഇവള് പ്രസവിക്കുന്ന കൊച്ചായിരിക്കും ചിലപ്പോൾ എൻ്റെ തല. ഒരുവിധം ഭക്തിയുള്ള പെണ്ണുങ്ങളെല്ലാം നോട്ടമിട്ടു എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. തെളിവ്, ഭക്തിയുള്ള ഒറ്റ പെണ്ണുങ്ങളും പ്രസവിച്ചിരുന്നില്ല. അബ്രഹാമിൻ്റെ ഭാര്യ സാറയ്ക്ക് പിള്ളേരുണ്ടോ? ഇല്ല. പിന്നെ ഉണ്ടായതല്ല, ആദ്യം ഉണ്ടോ? ഇല്ല. റിബേക്കയ്ക്ക് ഉണ്ടോ? ഇല്ല. യാക്കോബിന് ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാ? അതിനുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെടാത്തതിനുണ്ടോ? അതുണ്ട്. സ്ഥിരമായിട്ട് പള്ളി പോയി പ്രാർത്ഥിക്കുന്ന ഹന്നാക്ക് പിള്ളേരുണ്ടോ? ഇല്ല. പള്ളിപ്പെരുന്നാളിന് മാത്രം പോകുന്ന പെരിനയ്ക്കുണ്ടോ? അത് ആണ്ടുതോറും ഫലം കഴിക്കുക. ഹഹറോന്റെ ഖൂറിന്റെ ക്രമപ്രകാരം കൃത്യമായി ധൂപം കണ്ടുന്ന ശക്കരിയാവിന്റെ ഭാര്യ എലിസബത്തിന് പിള്ളേരുണ്ടോ? ഇല്ല. എന്നാ കാര്യം എന്നറിയാമോ? യഹോവ യുദ്ധ തന്ത്രജ്ഞനാ. ഇവനെ 4000 കൊല്ലം കൊണ്ട് ഇതിന്റെ പുറകെ നടത്തിച്ച് യേശുവിന് വഴിയൊരുക്കാനുള്ള യോഹന്നാൻ സ്നാപകനെ എലിസബത്തിന്റെ അകത്ത് കൊടുത്തേച്ചും ദൈവൻ 2ന്റെ വായടച്ച്. ഇതാരുടെയാന്ന് അറിഞ്ഞാലേ ഇവന് എന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ശക്കരിയാവിന്റെ വായ പിന്നെ സെല്ല് ടേപ്പ് ചൂട്ടിച്ച്. എലിസബത്തിന് മിണ്ടാനും മേല. അതിനെ മിണ്ടാൻ മേലാത്ത
എനിക്കൊരു വിശേഷമുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാമ്മ പറയും, എന്നാ വിശേഷം? അല്ല അച്ഛനിപ്പോൾ ദൈവകൃപ. എന്ത് ദൈവകൃപ? അവനിപ്പോൾ അന്ന് പോലും മിണ്ടിയിട്ടില്ലോ നിന്നോട്. നിനക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് പോലും മിണ്ടിയിട്ടുണ്ടോ? ആരുടെ ആടിയെന്ന് ചോദിക്കത്തില്ലയോ? അപ്പൊ അവക്കും മിണ്ടാൻ മേല. മിണ്ടറൊന്നുണ്ട്, പക്ഷെ മിണ്ടാ രണ്ടിനെ വാടപ്പിച്ച് വെച്ചു. അപ്പൊ വിചാരിച്ചു, നിങ്ങൾ രണ്ടും മിണ്ടാതിരിക്കല്ലയോ? ഇതിനകത്താര് തന്നെയായിരിക്കും? എൻ്റെ തല. അങ്ങനെ എലിസബത്തിന്റെ പുറകെ വട്ടമിട്ട് ഇവനെങ്ങനെ മണപ്പിച്ച് നടത്തിച്ചും അമ്മ മറിയത്തിന്റെ അകത്ത് കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരനായ യേശുതമ്പുരാനെ കൊടുത്തന്ന്. ജനിച്ചപ്പോഴാണ് പറഞ്ഞത് വിദ്വാൻമാർ എന്ന് പറഞ്ഞു. ജനിച്ചിട്ടുണ്ട്, 2.5 വയസ്സ് താഴെ തല എടുത്തു. പിന്നെ ഒരു സമാധാനം. പുള്ളി ഇങ്ങനെ ഇരിക്കുക, ചെങ്ങന്നൂർ ഇങ്ങനെ മുളക്കുഴ ഇരിക്കുക. യേശു എങ്ങാനും ഇനി പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ടോയെന്നറിയാൻ പിശാച്. യേശുവിനെ പള്ളിക്കൂടത്തിലും വിട്ടിട്ടില്ല, അതറിയാമല്ലോ. വിദ്യാഭ്യാസം ചെയ്യാത്തവനെങ്ങനെ എന്ന് യേശു എന്താ പള്ളിക്കൂടത്തിൽ പോകാത്ത ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഗുരുകുല വിദ്യാഭ്യാസം അല്ലയോ? ശൗലൊക്കെ പൗലോസ് ആരുടെ? ഗമാലിയേലിൻ്റെ കാൽ കീഴിൽ നല്ലേ വചനം പഠിച്ചേ. അപ്പം അന്ന് ഗുരുകുല വിദ്യാഭ്യാസം ഇല്ലേ? ഉണ്ട്. യേശു എന്നാ പോകാത്ത? പല കാരണങ്ങളാണ് പോകാത്ത. ഒന്ന്, ചെന്ന് കഴിഞ്ഞാൽ ഉള്ള നുണയൊക്കെ എഴുതി വെക്കണം, ആപ്ലിക്കേഷൻ പൂരിപ്പിക്കണ്ടേ. അമ്മയുടെ പേര് മറിയ, അപ്പൻ്റെ പേര് സ്വർഗസ്വനായ പിതാവ്. അഡ്മിഷൻ കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? പിന്നെ നുണ എഴുതി വെക്കണം. യേശു നുണ എഴുതുമോ? പിന്നെ ആ പണിക്ക് പോകാതിരുന്ന പോരെ. രണ്ട് നമ്മുടെ യേശുവിനെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള ഒരധ്യാപകനും ഇതുവരെ ലോക ചരിത്രത്തിൽ ജനിച്ചിട്ടില്ല. ഒക്കെ പോട്ടെ. 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ പ്രസംഗം ഒരു ദൂത് പറഞ്ഞേക്കാം, ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്ക. ഈവൻ ഈ ഉപ്പഞ്ചാക്കിൻ്റെ പുറത്തിരിക്കുമ്പോൾ യേശു ഇങ്ങനെ നടക്കുന്നുണ്ട് അതിലല്ലേ അച്ഛാ? പിന്നെ ഒരു സംശയം, തോളറ്റ മുടി, പൂച്ചക്കണ്ണ്, അരോഗതയുടെ ഗാത്ര, ഒരു ദിവ്യത്വമൊക്കെ മോന്തയിലുണ്ട്. 12-ാമത് പള്ളി വെച്ച് കണ്ട് ഇവനെങ്ങാനാണോ യേശു? ഈ സഞ്ചിക്കകത്തെങ്ങാനും ന്യായപ്രമാണ ചുരുട്ടുണ്ടോ? ഞാൻ കാണാതെ പഠിക്കാൻ പോകുന്നതാണോ? ഒരിക്കൽ ചെന്ന് ഈ സഞ്ചി ഇങ്ങനെ കിള്ളിപ്പൊടിച്ച് നോക്കിയപ്പോൾ സമാധാനമായി. കുഴപ്പമില്ല, 2 വീതുളി, ഒരു കൊട്ടുപൊടി, ഒരു മുഴക്കോല്, സമാധാനമായി. പിന്നെ മനസ്സിലായി ഇവൻ ആരാ? തച്ചനാന്നേ. നീ വിചാരിക്കുന്ന വെറും കൊച്ചൻ തച്ചനല്ല. 2-3 മീറ്റർ മാത്രം നീളമുള്ള മരമുട്ടിയുടെ മുമ്പിൽ കയറിയിരുന്ന് സെന്റിമീറ്റർ മാത്രം നീളം വരുന്ന ചിന്തിച്ച് പിടിച്ചു വലിക്കുന്ന മരത്തിന്റെ വളവ് മാത്രം നിവർത്തുന്ന മരാശാരി മാത്രമല്ല യേശു. കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യന്റെ മനസ്സിന്റെ തകർച്ചകൾ മാറ്റുവാൻ കഴിയുന്ന, ഈ മണ്ഡലത്തിൽ തലതെറിച്ച തലമുറകളെ പൊളിച്ച് പണിയാൻ കഴിയുന്ന, അന്ധകാര ബന്ധനങ്ങൾ അടക്കി വെച്ച കുടുംബങ്ങളെ, മുച്ചൂട് മുടിച്ചു കളയുന്ന വെല്ലുവിളിക്കുന്ന കുടുംബങ്ങളെ അടിച്ച് തകർത്ത് പുതിയാക്കി പണിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ പെരും തച്ചനായ ശില്പിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവന്റെ കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് പണിതീർക്കപ്പെട്ടവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ചു ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണമെന്ന്. 30-ാമത്തെ വയസ്സിൽ ഇതങ്ങോട്ട് പറയാതെ എനിക്ക് തീർക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാ കേട്ടോ. 30-ാമത്തെ വയസ്സ് ചെങ്ങന് മുളക്കുഴ പ്രസംഗം. പുള്ളി ചെന്ന് നോക്കി പിശാച്. അപ്പം യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള തോൽവാറ്, ഇട്ടുക്കിളി, ഇവനായിരിക്കും ഒരു വെറൈറ്റി സാധനമാണ്. അപ്പം ഈ പുള്ളി പറയാം, എൻ്റെ പിന്നാലെ ഒരുവൻ. ഇത് പഠിക്ക്. നമ്മളെ വട്ടം കറക്കുന്നവനാ പിശാച്, അവനെ വട്ടം കറക്കുന്നവനാണ് യേശു. അത് കണ്ടോളണം. ഇതൊക്കെ കേൾക്കാതെ തന്നെ വീട്ടിൽ പോകുന്നു കേൾക്കുള്ളൂ. അപ്പോൾ ഇവൻ നോക്കി പറയും യോഹന്നാനായിരിക്കും വലിയവൻ. അപ്പോൾ യോഹന്നാൻ പറയും, എൻ്റെ പിന്നാലെ അവൻ്റെ ചെരുപ്പിൻ്റെ വറഴിപ്പാൻ അവൻ്റെ കയ്യിൽ മറന്നുപോയോ? അവന് കളത്തെ മുറ്റും പതിര് കടാത്തയിലിട്ട്. അതാര്? ഇവനേക്കാൾ വലിയവൻ. യോഹന്നാൻ 1:29. പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ഇവനാണ് വലിയവൻ. ഈ പെരുങ്കായത്തിൻ്റെ സഞ്ചിക്ക് നടന്നവൻ ഇവനാണ് വലിയവനല്ലേ? യേശു വന്നപ്പോഴേ ഈ പുള്ളിയുടെ ഉണ്ടെന്നറിഞ്ഞു. ആര്? പിശാച്. അപ്പോൾ യേശു പറയാം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഈ നിൽക്കുന്ന യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. അപ്പോൾ ഈ പുള്ളി നീ പറഞ്ഞു വലിയവൻ, ഇവൻ പറഞ്ഞു നിങ്ങൾ ആരാ വലിയവൻ, എന്നിട്ട് വേണം ഇടങ്കാലെങ്കിലും ഇട്ടൊന്ന് മറിക്കാൻ. അപ്പോൾ യോഹന്നാൻ പറയാം, ഞാനിങ്ങനെ എല്ലാവരെയും സ്ഥാനപ്പെടുത്തിയതുള്ളൂ, ഈ സ്നാനം നിന്റെ കൈ കൊണ്ടായിക്കോട്ടെ. അപ്പോൾ ആരാ വലിയവൻ? യേശു. അപ്പോൾ യേശു പറയാ, ഇപ്പോൾ സമ്മതിക്കുക. എങ്ങനെ?
എൻ്റെ പൊന്നോ, അവന് തലവേദന എടുത്ത് തല പൊട്ടിപ്പോകുന്ന വേദനയാ. ഓർത്തോളം കേട്ടോ, നിന്റെ തല എടുക്കുമെന്ന് വെല്ലുവിളിച്ച പിശാചിന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഒരു പോറൽ പോലും ഏൽക്കാതെ 30 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ ദൈവം ശക്തനാണെങ്കിൽ 2025 കൈയടിച്ച് അവകാശം പറഞ്ഞു, നിന്റെ തലയ്ക്ക് മുകളിൽ പെരുവെള്ളം പോലെ കവിഞ്ഞു വരുന്നതിന് 2025 കാൽ ചുവട്ടിൽ അമർത്താനുള്ള ഒരു ദൈവ കൃപ, ഒരു വിജയം ദൈവസഭയ്ക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർക്കായി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രണ്ടുപേരും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴും കൺഫ്യൂഷൻ, ആരാ വലിയെന്ന് അറിഞ്ഞിട്ടില്ല. രണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. യോഹന്നാൻ മുക്കി, യേശു മുങ്ങി. സത്യമാന്നേ. അപ്പൊ അവന് മനസ്സിലായി, ഇപ്പോഴാ സമാധാനം. ആരോ വലിയ മനസ്സിലായി. മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അപ്പൊ ആരാ വലിയവൻ? യോഹന്നാൻ. നീ ഇങ്ങോട്ട് കയറി വാ, നിന്റെ ഒട്ടകരോമെന്ന് ഞാൻ വലിച്ചു പറിച്ച്. അപ്പൊ യേശു പൊങ്ങി. അന്നേരം കണ്ട് ഡിക്ലറേഷൻ കാണണം. കൺഫ്യൂഷനെ തിരശീല വീഴ്ത്തിക്കൊണ്ട് യോഹന്നാൻ മിണ്ടിയിട്ടില്ല, യേശു മിണ്ടിയിട്ടില്ല. ഉടനെ ഒരു ഡിക്ലറേഷൻ. ഈ പൊങ്ങി വരുന്ന ആരാന്ന് അറിയാമോ കുട്ടിപ്പിശാചേ? ഇവൻ എലീഹൂദിന്റെ മകനായ, എലയാസന്റെ മകനായ, മത്താന്റെ മകനായ, യാക്കോബിന്റെ മകനായ മറിയയുടെ മകൻ മാത്രമല്ല, യോസേഫിന്റെ മകനല്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പി. പിശാച് നോക്കിയപ്പം മുകളിൽ പിതാവിന്റെ ശബ്ദം, താഴെ പുത്രൻ. ഇത് ശരിയാകണമെങ്കിൽ ഒരാളും കൂടെ വരാനുണ്ടല്ലോ. അതാരാ? പരിശുദ്ധാത്മാവ്. ഇനി ഈ 3 പേരെ ഈ പുള്ളി കണ്ടിട്ടുണ്ട് അവിടെ പണ്ടേ. നോക്കി നിൽക്കുമ്പം സീലടിച്ച് മുദ്ര വെക്കുന്ന പോലെ മൂന്നാമത്തവന്റെ വരവ് കണ്ടോളണം. മേഘവാളികളെ പുലർത്തിക്കൊണ്ട് പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിച്ചു. ഇന്ന് രാത്രി കേൾക്കുന്ന സുവിശേഷ പ്രസംഗത്തിൽ നിന്നോടുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂതുണ്ടെന്ന്. ഇതിനപ്പുറത്തൊരു സുവിശേഷമില്ല, ഇതിനപ്പുറത്തൊരു രക്ഷകനില്ല. യേശു വന്നു പറഞ്ഞു, യോഹന്നാന് പോവാം, നാട്ടുകാർക്ക് പോവാം. പിശാച് പറഞ്ഞു, ഞാനും പോവാ. നീ പോവല്ലേ, വാ. നിന്നോട് ആര് പറഞ്ഞു പോകാൻ? 40 ദിവസം ഞാൻ 3.5 കൊല്ലം കൂടെ അവിടെ കാണും. ഇടയ്ക്ക് അങ്ങനെ തടയാൻ വന്നാൽ സമയത്തിന് മുമ്പേ തന്നെ ഞാൻ എന്ത് ചെയ്യും? അതാ യേശു എതിരേശത്തി എന്നപ്പം അവൻ മൂക്കും കുത്തി. സമയത്തിന് മുമ്പേ എന്നെ എന്ത് ചെയ്യരുത്, നമുക്ക് ക്രൂശിൽ നിർത്താം, ക്രൂശിലേക്ക് വരാം, അവസാനിപ്പിക്കുക. യേശു കുരിശിൽ മരിക്കുമ്പോൾ പിശാച് വിചാരിച്ചു, ഇവൻ ആദാമ്യ വർഗത്തിൻ്റെ പാപത്തിലുണ്ടായ കൊച്ച, മറിയുടെയും യോസേഫിൻ്റെയും മോന. കാരണം യേശുവിൻ്റെ ശുശ്രൂഷകാലം മുഴുവൻ ജനത്തെ കൊണ്ട് ദൈവം വിളിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവൻ യോസേഫിൻ്റെ മകൻ, ഇവൻ മറിയുടെ മകൻ, യാക്കോബ്, യോസേ, യൂദ, ശീമോന്റെ മകൻ. പക്ഷേ അന്ന് ഈ മത്തായിയുടെ സുവിശേഷമില്ലല്ലോ. അതിനകത്തുണ്ട്, ഈ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചിട്ടില്ല. സ്തോത്രം. ഇവൻ പാപം അറിഞ്ഞിട്ടില്ല, ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവൻ പാപം പ്രവർത്തിച്ചിട്ടില്ല. യേശു മരിക്കുമ്പോൾ നരകത്തിൽ വട്ടം നീളം പാതാളത്തിൽ പടക്കം കിട്ടിച്ചു പറഞ്ഞു, യേശു മരിക്കുമ്പോഴേ തിരികൊളുത്തിക്കോളാൻ പിശാച് ഓർഡർ ഇട്ടതാ. ഇന്ന് വരെ പടക്കം പൊട്ടിയിട്ടില്ല. പകരം അന്ന് മുതൽ ഇന്ന് വരെ സ്വർഗത്തിൽ പടക്കം പൊട്ടുന്നുമുണ്ട്. കാരണം യേശുവിനെ വിശ്വസിക്കുന്നവൻ്റെ ആ മാനസാന്തരം ആദ്യം ആഘോഷിക്കുന്ന സ്വർഗത്തിലാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെന്ന്. ഇന്ന് രാത്രി നിങ്ങളൊന്ന് കരം പൊക്കിയാൽ, നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ ആ സ്തുതിഗീതം ഇന്ന് സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പിശാച് ചോദിച്ചു. ഇതെന്നാ യേശു മരിച്ചപ്പം ആഘോഷം? ദൈവം പറഞ്ഞു, പാപത്തിന്റെ ശമ്പളമല്ലേ മരണം. ആന്നു. ഞാൻ അത് വെച്ചാ ജനത്തെ പാപം ചെയ്യിപ്പിച്ചോണ്ടിരുന്നേ. പിശാച് പറഞ്ഞു, കല്ലിന് പകരം, കണ്ണിന് പകരം, പല്ലിന് പകരം. ദൈവം പറഞ്ഞു, നീ അങ്ങനെ ആണല്ലോ ജനത്തെ കൊന്നോണ്ടിരുന്നത്. അതേ പ്രമാണം ഞാൻ നിന്നെയും കീഴടക്കുന്നു. മരണത്തിനു പകരം മരണം. അതെന്നാ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണാധികാരിയായ പിശാചേ, നിന്നെ തന്റെ മരണത്താൽ നീക്കി
ജീവപര്യന്തം നീ സ്റ്റിക്കർ ഒട്ടിച്ച സ്റ്റിക്കർ യേശു വലിച്ചു പറഞ്ഞു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കി കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആ ശബ്ദത്തിന്റെ പേരാം നിവൃത്തിയായി. എല്ലാവരും എഴുന്നേറ്റ്